നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പണ്ടൊരു സിനിമയിൽ ചോദിച്ചതുപോലെ ഫൈനലിൽ അർജന്റീന എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. കളിക്കാതിരുന്നതുകൊണ്ട് തോറ്റു. കളിച്ച സ്പെയിൻ ജയിച്ചു. ഒരു ഗോളിനെ പരാജയപ്പെട്ടുള്ളൂ എന്നിടത്താണ് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൂടി വേണമെങ്കിൽ ചേർക്കാം. കളിയിൽ ആദ്യാവസാനം എവിടെയും ഗോളടിക്കാനുള്ള ശ്രമം അർജന്റീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതേയില്ല. ഗോൾ ലക്ഷ്യമാക്കി ഒരു ഷോട്ട് പോലും തൊടുക്കാൻ മെസ്സിക്ക് സംഘത്തിന് ആയില്ല. സ്പെയിൻ്റെ തുടരെയുള്ള ഗോളടി ശ്രമങ്ങൾ തടയാനുള്ള പ്രതിരോധ കളി മാത്രമാണ് മുൻ ലോക ചാമ്പ്യന്മാർ ആദ്യാവസാനം നടത്തിയത്. നോക്കൌട്ട് റൗണ്ടിൽ ഇതുവരെ കളിച്ച അവസാന നിമിഷങ്ങളിലെ മരണക്കളിയും ഇന്നലെ കണ്ടില്ല. ഗോൾ അടിച്ചും ഗോൾ അടുപ്പിച്ചും ടീമിനെ ഫൈനലിലെത്തിച്ച മെസ്സി മാജിക്കും കണ്ടില്ല. നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ അടവെടുക്കാനെന്ന് ചോദിക്കും പോലെയാണ് കാലിൽ പന്ത് കിട്ടിയിട്ട് വേണ്ടേ മാജിക്ക് കാണിക്കാൻ എന്നാവും കളി കണ്ടവരൊക്കെയും ചോദിക്കുക. ഗോൾ അടിക്കുകയല്ല, ഗോൾ അടുപ്പിക്കാതിരിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന മട്ടിലായിരുന്നു അർജന്റീന കളിച്ചത്. 2022 പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഫ്രാൻസിനെ വീഴ്ത്തി അർജന്റീന ചാമ്പ്യൻ പട്ടം നേടിയത്. അന്ന് അത് സമ്മാനിച്ച എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോളിയിലായിരുന്നു ഇന്നലെയും ടീമിൻ്റെ മുഴുവൻ പ്രതീക്ഷയെന്ന് തോന്നുന്നു. ഗോൾ രഹിത സമനിലയിലും എക്സ്ട്രാ ടൈമും കടന്ന് പൂർത്തിയാക്കുക, പെനാൽറ്റി ഷൂട്ട് അവിടെ മാർട്ടിനസിന്റെ മികവിൽ വിജയം ഉറപ്പിക്കുക എന്ന തന്ത്രമായിരുന്നോ എന്ന് പോലും സംശയം ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഫൈനൽ കളിക്കേണ്ട കളിയായിരുന്നില്ല അർജന്റീന കളിച്ചത്. കളി തോറ്റാലും ജയിച്ചാലും അർജന്റീന കളിയുടെ സ്വാഭാവികമായ താളം എവിടെയും കാണാനായില്ല. സ്പെയിൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ സ്കലോണിയുടെ അർജന്റീന കുരുങ്ങി വീഴുകയായിരുന്നു. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ആനന്ദാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ആനന്ദ്, എന്തായാലും സാധാരണഗതിയിൽ ഈ ഫൈനലിലൊക്കെ വിലയിരുത്തലൊക്കെ നടത്തുമ്പോൾ ഇന്ന തന്ത്രം ഇന്നടുത്താണ് പിഴച്ചു പോയത്, അല്ലെങ്കിൽ ഇത്ര മിനിറ്റിലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് പിഴച്ചു പോയത് എന്നൊക്കെ പറയും. പക്ഷേ ഇന്നലെ ആദ്യാവസാനം കളിയിൽ അർജന്റീന എവിടെയും അങ്ങനെ ഒരു ഗോൾ അടിക്കാനുള്ള ശ്രമം പോലും കണ്ടില്ല. പൂർണ്ണമായും കളി സ്പെയിനിൻ്റെ നിയന്ത്രണത്തിൽ. ഒടുവിൽ ഒരു ഗോളിന് സ്പെയിൻ ജയിക്കുന്നു. എന്താണ് അർജന്റീനയ്ക്ക് ഫൈനൽ പറ്റിയതെന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീ ആനന്ദ് പറഞ്ഞോളൂ. ശ്രീ ആനന്ദ് കേൾക്കാമോ? ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ ഇന്നലെ കളി കണ്ടിരുന്നോ? ഇന്നലെ അല്ല, ഇന്ന്. എന്താണ് ഇന്നത്തെ കളിയിൽ അർജന്റീനയുടെ കളിയൊക്കെ ഉണ്ട് തോന്നുന്നത്? അർജന്റീന എല്ലാ സമയത്തും പൊരിഞ്ഞ കളി കളിക്കുന്നതാണ്. ഇന്നലെയും അല്പം പൊരിഞ്ഞു എന്നല്ലാതെ ഒരു കാര്യമായിട്ട് ഒന്നും നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഓരോരുത്തർക്കും ഓരോ ദിവസഫലം ഉണ്ട്. ആ ഫലം അവർക്ക് ഇങ്ങനെ ആയത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാറേ, ഈ സാധാരണഗതിയിൽ അർജന്റീന ആരാധകരും അല്ലെങ്കിൽ അർജന്റീന കളി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്ന അർജന്റീനയുടെ ഒരു സ്വാഭാവികമായ താളം, അവസാന നിമിഷമാണെങ്കിൽ അവസാന നിമിഷമൊക്കെ ഗോൾ അടിക്കാനുള്ള ഒരു നിരന്തരമായ ശ്രമം, അങ്ങനെയൊക്കെ കളിയിൽ ഒരു അർജന്റീനയുടെ ഒരു നിയന്ത്രണം, അത് ഒരു കളിയിലും എത്ര കരുത്തരായാലും അതിനെയൊക്കെ മറികടന്നൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ എന്ന് അറിയാതെ നമ്മൾ പറയുന്നതാണ്, യഥാർത്ഥത്തിൽ ഇന്നാണ് കളി നടന്നത്. നമ്മുടെ സമയത്തിൽ ഇന്നത്തെ കളിയിൽ എവിടെയും അത് കാണാനേ കഴിഞ്ഞില്ല. അതെ, മറ്റേ കൂട്ടര് നന്നായിട്ട് കളിച്ചു. അവര് മോശമില്ലാത്തൊരു ടീമായിരുന്നു. ഇവരും അതിലേറെ പല കപ്പും വാങ്ങിയ ടീമാണ്. അപ്പൊ ഇന്നലത്തെ വിധി അങ്ങനെയാണ് സാറേ. ശരി, ഓക്കെ. എന്തായാലും ത്രേസ്യാമ്മയാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ത്രേസ്യാമ്മ, കളി വെളുപ്പിനെ കണ്ടിട്ടാണോ കിടന്നത്? നമസ്കാരം. നമസ്കാരം. കളി കണ്ടിരുന്നോ? എന്റെ തമ്പാനെ, ഈ കളി അർജന്റീനക്ക് ഭയങ്കര ഒരു ബോറിംഗ് പരിപാടിയായിരുന്നു. അവർക്ക് 3 കപ്പ് നേരത്തെ കിട്ടിയിട്ടുണ്ടല്ല, അത് കാരണം കൊണ്ട് അവർ ജയിച്ചൊന്ന് ഓർത്തിരുന്നേച്ച്. പക്ഷെ സ്പെയിൻകാർ നന്നായിട്ട് കളിച്ച് അവര് കപ്പ് കൊണ്ടുപോയി. എനിക്ക് പണ്ടേ അറിയായിരുന്നു ഈ അർജന്റീന തോറ്റു പോകുന്നു. മെസ്സിക്ക് ഈ വർഷം കപ്പ് ഉണ്ടാവില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ മക്കളോടും പറഞ്ഞു അർജന്റീന തോറ്റു പോകുന്നു. അപ്പൊ അവരൊക്കെ കൂടി എന്നെ കണ്ണുവീഴ്ചയൊക്കെ ആയിരുന്നു. വീട്ടിലെ ബാക്കി എല്ലാവരും അർജന്റീന ഫാൻസ് ആണോ? എല്ലാവരും അർജന്റീന ഫാൻസ്. അവരെല്ലാരും കൂടി അർജന്റീന ജയിക്കും എന്ന് പറഞ്ഞോണ്ടിരുന്നതല്ലേ? ഞാൻ പറഞ്ഞ അർജന്റീനക്ക് എന്തായാലും കിട്ടൂല, സ്പെയിനെ കൊണ്ടുപോകുന്നു പറഞ്ഞു. അതിന്റെ കൊച്ചുങ്ങളൊന്നും സമ്മതിച്ചില്ല.
കൊച്ചുങ്ങൾ ഈ അമ്മ ഉണ്ടായിരുന്നു. ഈ അർജന്റീന ഫാൻസിന് ഒരു കുഴപ്പമുണ്ട്. ഞങ്ങൾ ഈ തോക്കുന്നിടം വരെയും നമ്മൾ ജയിക്കുന്ന ഒരു പ്രതീക്ഷ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. അതെ, അതായിരുന്നു അവർ ചെയ്തത്. ഞങ്ങൾ ഇന്നലെ കളി കണ്ടപ്പോ ആ മക്കളുടെ അവസ്ഥയിൽ തന്നെയാണ് നിന്നത്. ജയിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ശരി. കളി അത് വൈകാരികമായി കളിയെ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ജയിക്കും തോന്നുന്നത്. അല്ലാതെ കളി കാണുന്നവർക്കൊക്കെ അറിയാമായിരുന്നു തോറ്റുപോകും എന്നുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അർജന്റീനക്ക് ഉണ്ടാവൂലെന്ന്. എല്ലാവരും കളി കണ്ട് ജയിച്ചതുകൊണ്ട് എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. പറഞ്ഞു എന്താണെങ്കിലും അവസാന നിമിഷം സ്പെയിൻ കൊണ്ടുപോകുന്നു. ഭയങ്കരമായിട്ടാണ് കളി കണ്ടപ്പോ പിന്നെ ഒരു കപ്പേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ശരി, ഓക്കെ. ശ്രീ ഹബീബാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ ഹബീബ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നു? എവിടെയാണ് ഈ ഫൈനൽ വരെയൊക്കെ പലരെയും വീഴ്ത്തി ഏത് വലിയ കളിയിലുമൊക്കെ അവസാന നിമിഷം പോലും ഗോളടിച്ചൊക്കെ കടന്നു വന്ന അർജന്റീനയ്ക്ക് ഇന്നലെ എവിടെയാണ് പിഴച്ചത്? സാറേ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ബ്രസീലും അർജന്റീനയും എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ഒരുപാട് ഫാൻസുകാർ കിടക്കുന്നത്. പക്ഷേ ഈ അർജന്റീനയും ബ്രസീലിനെക്കായി എന്ത് നല്ല മികച്ച കളി നടത്തുന്ന ടീമുകളാണ് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലുള്ളത്. അപ്പം സ്പെയിനൊക്കെ ആദ്യത്തെ കളി മുതലേ കളി കാണുന്നതാണ്. സ്പെയിനൊക്കെ വളരെ നല്ല വ്യക്തമായ മുൻതൂക്കമുള്ള ഒരു ടീമായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാവരും അർജന്റീന, പോർച്ചുഗലില്, ബ്രസീൽ എന്നും പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആരാധകരാണ്ട് പുറകെ പോകുന്നതിന് മേലിലാണ് നമ്മൾ സ്പെയിൻ പോലത്തെ വമ്പൻ ടീമിനെ ആരും ശ്രദ്ധിക്കാത്തത്. ഇപ്പൊ നിങ്ങളുടെ ഇതിനകത്തുള്ള ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാല് അർജന്റീന എന്തുകൊണ്ട് തോറ്റി എന്നുള്ളതിനായി ചോദിക്കേണ്ടത് അർജന്റീന എന്തുകൊണ്ട് ഇവിടെ ഫൈനൽ വരെ എത്തി എന്നുള്ളതാണ്. കാരണം അവർക്ക് ഫൈനൽ വരെ വരാനുള്ള ഒരു യോഗ്യത പോലും ഇല്ലാത്ത ടീമാണ്. നമുക്കറിയാം ഏകദേശം ഒരു ഈജിപ്തിന്റെ കയ്യിൽ അവർ തോറ്റ ഒരു കളിയാണ് അവർ പ്രകടനം നടത്തിയത്. പക്ഷെ അതങ്ങനെ ഇപ്പം ലോകകപ്പിലെ 3-ാം സ്ഥാനക്കാർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ്. ആ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിൽ എത്തിയത്. അപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ 2-ാം സ്ഥാനത്ത് ഫ്രാൻസ്, 3-ാം സ്ഥാനത്ത് ഫ്രാൻസ് വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഫ്രാൻസിനെ മുന്നിൽ തോറ്റുപോയെന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ പോലും പറയാൻ കഴിയില്ല. അവിടെ ഫൈനലിൽ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ കളിച്ച് തന്നെയാണ് എത്തിയത്. കളിച്ച് തന്നെയാണ് എത്തിയത് സാറേ. നമ്മൾ അതൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്നലത്തെ കളി നമുക്ക് അറിയാമല്ലോ, അതിൽ സ്പെയിനിന്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. എല്ലാ മേഖലയിലും അർജന്റീന ഏതെങ്കിലും സ്പെയിന് മുന്നിലോട്ട് വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഈ അർജന്റീന എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് യാതൊരുവിധ പ്രസക്തിയും ഇല്ല. ശ്രീ ഹബീബ്, നമ്മൾ അങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ഒന്ന് അർജന്റീനയും 2 ബ്രസീലും, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പോർച്ചുഗലും ഒക്കെയാണ്. ഇതിപ്പം താങ്കൾ ചോദിച്ച പോലെ എല്ലാവരും ഏറ്റവും മികച്ച ഈ ലാറ്റിൻ അമേരിക്കൻ കളിയുടെ സൗന്ദര്യം കണ്ട് അതിൽ അങ്ങനെ ആരാധകരായിരുന്നു. പക്ഷെ കൂടുതൽ ആളുകൾ അങ്ങനെയല്ല. ഒരു കാലത്ത് പെലെ, ഒരു തലമുറയിൽ ഏറ്റവും വലിയ കളിക്കാരനായ പെലെ ഉണ്ടായിരുന്നു. അന്ന് പെലെയുടെ കളിയും അദ്ദേഹത്തിന്റെ മഹത്വവും ഒക്കെ വായിച്ചും ഒക്കെ അറിഞ്ഞ ആളുകൾ. പിന്നീട് മാറഡോണ വന്നപ്പോൾ കളി വായിച്ചറിഞ്ഞവരും കണ്ട് അറിഞ്ഞവരുമൊക്കെ ഒരു തലമുറ. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളി കാണുന്ന മറ്റൊരു തലമുറ. അങ്ങനെ ഈ വ്യക്തികളെയും കൂടെ ഒക്കെ ചേർത്തും പിന്നെ ആ നാടിനോടുള്ള ഒരു പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയോടുള്ള മലയാളിയുടെ ഒരു ഐക്യപ്പെടലും ഒക്കെ ഉണ്ടല്ലോ. ലാറ്റിൻ അമേരിക്ക സാഹിത്യം മുതൽ നമ്മളെ പോലെ ഒരു 3-ാം ലോക രാജ്യത്തിന്റെ പ്രതിനിധികളാണ് എന്നൊക്കെ തോന്നൽ അങ്ങനെ പല പല കാരണത്താൽ ഉണ്ടാവുന്നതാണ്. അല്ലാതെ എല്ലാവരും ഒരു ഇന്ന കളി ഏറ്റവും മികച്ചാണ് അതുകൊണ്ട് ആ ടീമിനെ കൂടെ നിൽക്കാം, അങ്ങനെയല്ലല്ലോ ഈ ആരാധകർ എന്ന് പറയുന്നത്. അതെ 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 സാറേ. പിന്നെ നമുക്കറിയാം മർഡോണയുടെയും പെലെയുടെയും ഒക്കെ അതിൽ നിന്നുള്ള ഒരു ആരാധന കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ലൊരു ഫാൻസിന് നമുക്ക് ഈ 2 രാജ്യങ്ങൾക്ക് കിട്ടിയെന്ന് അറിയാം. അത് ഇപ്പൊ നമ്മുടെ 100% നമ്മുടെ ഈ സ്പെയിന്റെ വിജയത്തിന് നമ്മൾ അത് അങ്ങനെ തന്നെ കാണേണ്ടതാണ്. പിന്നെ നമുക്കൊരു കാരണം നിങ്ങളുടെ ന്യൂസ് 8-ൽ എനിക്കൊരു റിക്വസ്റ്റ് തരാനുണ്ട്. ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ഈ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുന്ന നമ്മളെ മലയാളീസ് ഉണ്ട്. അപ്പം നമ്മുടെ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന്റെ അവസ്ഥ നിങ്ങളുടെ ഒരു ചാനലിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സമയത്ത് എനിക്ക് ഈ ഒരു കോള് കിട്ടിയത് തന്നെ ഞാൻ ഇത് പറയാൻ വേണ്ടിയാണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ മുമ്പ് സന്തോഷ് ട്രോഫി, സീസേഴ്സ് കപ്പ് പോലത്തെ ഫുട്ബോൾ പോലത്തെ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയം തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം. നശിപ്പിച്ചിരിക്കുന്നു. ആ സ്റ്റേഡിയത്തിൽ നിലവിൽ ഒരു കേരള സൂപ്പർ ലീഗ് മത്സരം വന്നാൽ പോലും നമ്മൾ കേരളത്തിന് കളിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നശിപ്പിച്ചു. അതായത് 110 മീറ്റർ നീളമോ അല്ലെങ്കിൽ 68 മീറ്റർ വീതിയോ ഇല്ലാത്ത രീതിയിൽ സിന്തറ്റിക് ട്രാക്ക് പണിഞ്ഞ് കുളവാക്കി വെച്ചിരിക്കുകയാണ്.
അപ്പം അതിനെതിരെ എന്തോ ഒരു പ്രതിഷേധത്തിന്റെ ഒരു ഫലവും കൂടെ ആയിട്ടാണ് ഈ ഒരു സമയം ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. ശരി ഹബീബ്, അങ്ങനെ ഒരു വാർത്ത അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മളുടെ പ്രതിനിധിയോട് അത് അന്വേഷിക്കാനും അതിൻ്റെ റിപ്പോർട്ട് ചെയ്യാനും പറയാം ഉറപ്പായും. ശ്രീ ഹബീബാണ് പ്രതികരിച്ചത്. ആനന്ദാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ആനന്ദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എവിടെയാണ് ഇതുവരെ കളിച്ച ഒരു കളിയെല്ലാം മറന്ന് വല്ലാതെ പ്രതിരോധത്തിലൂന്നി മാത്രം കളിക്കുന്ന ഒരു അർജന്റീന? അങ്ങനെ ഒരു കളി അർജന്റീനയുടെ അടുത്ത കാലത്ത് എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. സാർ അത് ആക്ച്വലി പറഞ്ഞോ ശ്രീ ആനന്ദ്, പറഞ്ഞോളൂ. ഹലോ കിരൺ സാർ. ശ്രീ ആനന്ദ് കേൾക്കാം, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. പറഞ്ഞ നമ്മള് ഈ തവണ അർജന്റീന അവസാനം അവരുടെ എന്ന് പറഞ്ഞ ഓവർ കോൺഫിഡൻസ് കാണിച്ചു. അതായത് പല സമയങ്ങളിലും അവർക്ക് അവർക്ക് മുന്നോട്ട് വരാൻ സാധിച്ചില്ല. സ്പെയിനാണ് എല്ലാ സമയം സ്കോർ ചെയ്തത്. കാരണം മറ്റൊന്നുമല്ല, മൊത്തം ഓവർ കോൺഫിഡൻസ്. അതുപോലെ അവർ കളിച്ചില്ല. കാര്യം അവരുടെ കാലിൽ ബോളില്ല. കാര്യം പല അർജന്റീനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ടീമിനെയല്ല അവർക്ക് ഫൈനലിൽ വരാൻ വേണ്ടി ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടിയത്. അതുകൊണ്ട് അവർക്കാണ് ഈ അത്ര ഓവർ കോൺഫിഡൻസ് ഈസി ആയിട്ട് ജയിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അർജന്റീന പുറകിലോട്ട്. സ്പെയിൻ എന്ന് പറയുന്ന നല്ല പ്ലേയേഴ്സ് ആണ്. അവർക്കത് ഏജ് കുറഞ്ഞ പ്ലേയേഴ്സ് ആണ്. ഞാൻ ഏജിനെ ഡിപ്പെൻഡ് പറയുമല്ല, എനിക്ക് നല്ലപോലെ. കാര്യം സ്പെയിൻ അവരെ ഒന്ന് അടുത്തെത്താൻ അർജന്റീനയ്ക്ക് ഒരു സമയത്തും പറ്റിയില്ല. ശരി, ഓക്കെ. ശ്രീ സുബ്രഹ്മണ്യനാണ്, പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾ കളി കണ്ടു കാണുമല്ലോ. കളി കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. കളി എല്ലാ കളിയും കണ്ടു. ശരി, ഓക്കെ. ഈ വെളുപ്പിനത്തെ കളി ഫൈനലും കണ്ടു കാണുമല്ലോ പൂർണ്ണമായും? എന്നിട്ട് എന്താണ് ഈ അർജന്റീനയ്ക്ക് പറ്റിയത്? അർജന്റീനയ്ക്ക് പറ്റിയത് എതിർ ടീം പന്തടക്കം ഭയങ്കരമായിരുന്നു. അവരുടെ കാലിൽ നിന്നും പന്ത് പോകാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. പിന്നെ അവര് കഠിനാധ്വാനം ചെയ്തു. ഇന്നലെ അർജന്റീന ടീം മോശമൊന്നുമല്ല, എല്ലാവരും നല്ല കളിക്കാർ തന്നെ. പക്ഷെ അവര് കളിച്ചില്ല, ഇന്നലെ കളിച്ചില്ല, ജയിക്കാൻ പാകത്തിന് കളിച്ചില്ല. എന്നാൽ സ്പെയിൻ ജയിക്കാൻ പാകത്തിന് കളിച്ചു. അങ്ങനെ ഒരു ന്യൂനത ഇന്നലെ അർജന്റീന ടീമിനെ പറ്റി. പിന്നെ ഇപ്പൊ ഇത്തിരി കഴിഞ്ഞ സംസാരിച്ചതുപോലെ ഓവർ കോൺഫിഡൻസും അവർക്കുണ്ടായിരുന്നു. അവസാന നിമിഷമൊക്കെ കയറി വന്ന 2 ഗോളൊക്കെ അടിച്ച ആ മത്സരമൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റ്, അതേപോലെ കയറി വരാം എന്നൊക്കെ അവർ വിചാരിച്ച്. പക്ഷെ എന്നാലും ഈ സ്പെയിനിന്റെ കാലിൽ നിന്നും പന്ത് നഷ്ടപ്പെടാത്ത രീതിയിൽ സ്പെയിനിന്റെ കളിക്കാർ കളിച്ചു എന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ്. സ്പെയിൻ കൃത്യമായ വളരെ തന്ത്രപരമായ കളിയാണ് സ്പെയിൻ. ഒരു കാര്യം കൂടി പറഞ്ഞു. കിരൺ സാറിന്റെ ഫാൻസ് ആയിരുന്നല്ലോ അർജന്റീൻ ടീം. അതെ, കിരൺ സാറിന്റെ അഭിപ്രായം എന്നാ? ഞാനതല്ല ആദ്യം തന്നെ പറഞ്ഞത്. ഇത് കളി എന്തുകൊണ്ട് തോറ്റു എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്നലെ കളിച്ചില്ല, കളിച്ചത് സ്പെയിനാണ്. ഒരു തവണ പോലും അർജന്റീന എല്ലാ കാലത്തും അർജന്റീന പലപ്പോഴും അവരുടെ പ്രതിരോധ നിരയൊക്കെ ദുർബലമായിരിക്കുമ്പോഴും ഈ കോച്ച് എല്ലാം കൈവിട്ട് പോയിട്ട് കോച്ച് മയക്കുന്ന മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കൈവിട്ട് പോയി 1.5 മണിക്കൂർ കൈവിട്ട് പോയി. എക്സ്ട്രാ ടൈമിൽ അവർ ഗോൾ അടിച്ച് അവർ ജയിച്ചു. അവര് ജയിക്കാൻ വേണ്ടിയാ കളിച്ചത്. അർജന്റീന ആണെന്ന് അവർക്കറിയാം. ഈ മോശമൊന്നുമല്ല, അർജന്റീന മോശമൊന്നുമല്ല, ഒന്നാമത് കടപിടിക്കുന്ന ടീം തന്നെയാ. പക്ഷെ ടീം മോശമൊന്നുമല്ല. അവർ ഇന്നലെ കളിച്ചില്ല. അത് തന്നെയാണ് സുബ്രഹ്മണ്യൻ. നമ്മള് അർജന്റീന ടീമിന്റെ നിൽക്കുമ്പോഴെല്ലാം നമ്മുടെ ഒരു പ്രതീക്ഷ ഏത് സമയം അവർ തുടർച്ചയായിട്ട് ആക്രമണം നടത്തും. ഒരു വല്ലാത്ത ഗോൾ ദാഹം എല്ലാ കാലത്തും അവർക്ക് ഉണ്ട്. പ്രതിരോധം ദുർബലമായിരുന്ന കാലത്ത് പോലും ഗോൾ അടിക്കാൻ വലിയ ശ്രമം നടത്തുന്ന ടീമായിരുന്നു. പക്ഷെ ഇന്നലെ അവര് ഗോൾ അടിക്കാനേ ശ്രമിച്ചില്ല. ഇന്നലെ മറ്റവരുടെ കാലിൽ നിന്ന് പന്ത് ഇവർക്ക് കിട്ടാത്ത രീതിയിൽ അവർ ഓടിക്കളിച്ചു. അവര് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തു. അതാണ് അവരുടെ വിജയത്തിന് കാരണം, അല്ലെ അവർക്ക് കിട്ടിയ ജയം. അത് നല്ലൊരു ജയം തന്നെയാണ്. അത് നമ്മള് അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നല്ല മികച്ച കളി തന്നെയാണ് സ്പെയിൻ ഇന്നലെ കളിച്ചത്. ശ്രീ അഹമ്മദാണ്, അഹമ്മദ് ബാബയാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ അഹമ്മദ് ബാബ, കളി കണ്ടിരുന്നോ? നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ കളി മാത്രമല്ല സാറേ, എല്ലാ വേൾഡ് കപ്പിലും കാണാറുണ്ട്. ഓക്കെ, മിക്കവാറും ഒഴിവാക്കാറില്ല. ഇന്നലെ 9 മണിക്ക് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അവിടെ ബിഗ് സ്ക്രീൻ വെച്ചിട്ട് ബസ് സ്റ്റാൻഡ് ഒന്നാകാനുള്ള സംവിധാനം ചെയ്തിരുന്നു. അവിടെ നിന്നാണോ കണ്ടത്?
അവിടെ നിന്നാ കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് മഴ ഒന്ന് അങ്ങനെ ചിഹ്നം തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ അപ്പൊ വലിയ ആവേശത്തിൽ, ഗാലറിയുടെ ആവേശത്തിൽ നിന്നാണ് കളി കണ്ടത്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പൊത്തം കൂടുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. എന്ത് പറയാനാ സാറേ, ഇത് വിളിച്ചിട്ട് കിട്ടണ്ടേന്. വിളിച്ചു കിട്ടാത്തതാണോ പ്രശ്നം? പിന്നല്ലാതെ എത്രയോ ബെല്ല് കേട്ടിട്ട് എന്ത് കാര്യമൊന്നും എന്റെ അടുത്ത് വല്ല വൈരാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല. അയ്യോ, അത് ആരാണ് വിളിച്ചത് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് വൈരാഗ്യം വെച്ച ഒരാളെ മാറ്റണം എന്ന് വെച്ചാൽ തന്നെ വിളിച്ചെടുത്താലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ആരാണെന്ന്. എന്റെ നമ്പർ എവിടെ അറിയാന്ന്. നമ്പർ അങ്ങനെ കാണില്ലല്ലോ. ഇത് ലാൻഡ് ലൈനിലേക്കാണ് നമ്മുടെ നമ്പർ വരുന്നത്. നമ്മള് നമ്പർ നോക്കിയല്ലേ എടുക്കുന്നത്. അച്ഛന്റെ ബിരുദന് എന്നെ അറിയാം. ശരി, ഓക്കെ. അല്ല, അത് എടുത്തു കഴിയുമ്പോഴാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ നമുക്ക് മനസ്സിലാവുന്ന ആരാണെന്ന്. പറഞ്ഞ് കളി കണ്ടിട്ട് എന്ത് തോന്നുന്നു? കളി കണ്ടിട്ട് ഇന്നലെ പിന്നെ അർജന്റീനയ്ക്കും മെക്സിക്കും പിന്നെ സമയദോഷം ഒന്ന്. പിന്നെ ഈ പണ്ടുള്ള ആൾക്കാർ പറയില്ലേ, പ്രായം ഒരു ഏത് കാര്യത്തിനും പ്രായം ഒരു പിന്നെ വിഷയം തന്നെയാണ്. അതിന് ഒരു സംശയം ഇല്ല. ആരൊക്കെ ഇനി എത്രയൊക്കെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞാലും ശരീരം കൂടെ അതിന് വഴങ്ങണ്ടേ. ശരീരവും സ്റ്റാമിനയൊക്കെ അതിന് വഴങ്ങിയാലല്ലേ അത് മുന്നോട്ട് പോകുള്ളൂ. ഇന്നലെ അത് കണ്ടത് തന്നെ. ആ സ്പെയിനിന്റെ ആ പയ്യന്മാര് കളിച്ച കളിയെന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ല പയറ് വറുത്ത് എന്ന് പറയുന്ന കണക്കാണ് അവര് നിന്നത്. ഇവര് അതിന്റെ പുറകെ നടന്ന് ഞങ്ങൾക്കൂടെ താടെ വന്ന് തൊടാനെങ്കിലും താടെയെന്ന് പറഞ്ഞ് പുറകെ നടന്ന് ഓടുന്ന ആ ഒരു ലക്ഷണമായിരുന്നു. എന്നിട്ട് കൊടുക്കുന്നില്ല. ഒരു ഷോട്ട് പോലും ഇവർക്ക് അവരെ ഗോൾ പോസ്റ്റിൽ അടിക്കാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും വേൾഡ് കപ്പ് എടുത്ത ഒരു ടീമാണ്, ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്ന ഒരു ടീമാണ്. എന്നിട്ട് അവര് തൊരുതരാന്നടുത്ത് ഇല്ലെങ്കിൽ ഇന്നലെ ഒരു 5 ഗോളിന് അർജന്റീന തോക്കേണ്ടതാണ്. ആ ഗോളിയെ മിടുക്കൊണ്ടല്ലെങ്കിൽ ഒരു കാര്യം അവരെ ആദ്യമേ ശ്രദ്ധിക്കണമായിരുന്നു. വെറും ഈ വേൾഡ് കപ്പില് ചരിത്രത്തിൽ ഒറ്റ ഗോള് മാത്രം വഴങ്ങിയ ഒരു ടീമിന്റെ ഇടയിൽ കളിക്കണമെന്ന് ആലോചിക്കണമായിരുന്നേ. ചരിത്രത്തിൽ ഞാൻ എത്രയോ വർഷമായിട്ട് ഉറക്കം ഇളഞ്ഞിരുന്ന് നമ്മൾ ഈ കളി കാണുന്നതെന്നറിയാം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കായാലും അലാറം വെച്ചിരുന്ന് കാണും. അതാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ ഒരു ഗോളെ അവർ വഴങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ടീം ഇതുവരെ ഉണ്ടായിട്ടുണ്ടാ? നിങ്ങൾ അത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒറ്റ ഗോളെ വഴങ്ങിയിട്ടുള്ളവർക്ക്. അങ്ങനെ ഒരു ടീമിന്റെ കൂടെ കളിക്കണം. അങ്ങനെ വെറുതെ അവരെ ഉമ്മാക്കി വേലൊന്നും കാണിച്ചാൽ നടക്കില്ല. കളിക്കണം, അന്തം വിട്ട് കളിക്കണം, മരണക്കളി കളിക്കണം. അതിന്നലെ ഉണ്ടായില്ല. ജോലി ചെയ്തവന് കൂലി. ഇതാണ് യഥാർത്ഥ സംഭവം വരുന്നത്. അർജന്റീന ടീം നമ്മളെ ഇന്ത്യ ഇനിയെങ്കിലും ആ ടീം മൊത്തത്തിൽ ഉടച്ച വാർത്ത് യുവാക്കളുടെ നിര കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി അർജന്റീനയുടെ ഫാൻസുകാർ എന്നും ദുഃഖമായിരിക്കും. അതിലൊരു സംശയമില്ല. നമ്മളെ മനുമാരിയെ തെറിക്കത്തെന്ന് പറഞ്ഞേക്കണേ. കേട്ടില്ല. എന്റെ മനസ്സാറിനടുത്ത് വന്ന് ഞാൻ തിരക്കി ഉറപ്പായിട്ടും പറയാം. മനുവിനോട് പറയാം തിരക്കിയെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും. ശരി, ഓക്കെ. ശ്രീ റഷീദാണ്, കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. റഷീദ് ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞതാണ് ഇന്ന് കാണണം എന്ന്. ശ്രീ റഷീദ് പറഞ്ഞോളൂ. ശ്രീ റഷീദ് കേൾക്കാമോ? അതെ, ടെലിഫോണിൽ എന്തോ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് ഇന്ന് കളി കഴിഞ്ഞ് കാണണം, ഞാൻ അർജന്റീന ഫാനാന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, യഥാർത്ഥത്തിൽ ഈ ഫൈനൽ വരെ കളിച്ച ഒരു കളി എന്താണ് ഫൈനൽ ദിവസം അർജന്റീനയ്ക്ക് മറന്നുപോയതുപോലെയാണ് കളിച്ചത്? എന്താണ് പറ്റിയത്? കിരൺ സാർ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുന്നു. സാർ, ഈ ടീമിന് എന്ത് പറ്റി സാർ? സാറിന്റെ ആരാധക ടീമായ ഈ ടീമിന് എന്ത് പറ്റി? ആഹാരം ശരിയായില്ലേ സാർ? എന്താണ് പ്രശ്നം? ഏതായാലും ഞാനും സാർ ഉൾപ്പെടെയുള്ള അർജന്റീന ആരാധകരെ നിരാശപ്പെടുത്തി സാർ. വളരെയേറെ വിഷമമുണ്ട്. കളി കാണാന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഒന്നും കണ്ടില്ല. ഇന്നിപ്പോ എന്ന് വെച്ചാൽ ഞാൻ പകലിരുന്ന് കുറച്ചു നേരം കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നിരാശയായി പോയി സാർ. ശരി, ഓക്കെ. എല്ലാ അർജന്റീന ആരാധകർക്കും സ്വാഭാവികമായും ഏത് ടീമിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് നിരാശ ഉണ്ടാവും. പക്ഷേ അത്ര ഒരു കളി ഇന്നലെ ഉണ്ടായില്ല. സന്തോഷമാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, ശരിക്കും എവിടെയാണ് ഈ മെസ്സിയും സംഘത്തിനും പിഴച്ചത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ല സാറേ. അതെ, ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഇന്നലെ പറഞ്ഞിരുന്നു, സന്തോഷ് പറഞ്ഞിരുന്നു. അർജന്റീന കളിയെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അത് കളിയുടെ ഇതൊരു ആദ്യം മുതലുള്ള സ്പെയിനിന്റെ കളിയും അർജന്റീനയുടെ കളിയും തമ്മിൽ വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ സ്പെയിനെ ജയിക്കുള്ളൂ എന്നുള്ള 100% ഉറപ്പാണ്.
അവിടെ ഇപ്പൊ അർജന്റീനയെ നമുക്ക് കുറ്റം പറയാനും പറ്റൂല. കാരണം സ്പെയിനിന്റെ അർജന്റീനയുടെ കളിക്കാർ തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. അപ്പൊ കളി ഇപ്പൊ ഈ മെസ്സിയെ ആരാധിക്കുന്നത് കൊണ്ടാണ് ഈ അർജന്റീന തോക്കുമ്പോ ഒരു പ്രശ്നം. മെസ്സി 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 എന്നുള്ളത് ഒരു വരുമ്പോ നമ്മൾ കളിയെ സ്നേഹിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യ ഉൾപ്പെടാത്ത ഒരു കളി ആയതുകൊണ്ട് നമുക്ക് രാജ്യം ഏത് വച്ചാലും ജയിച്ചാലും കളി ഏത് നല്ല ടീം കളിക്കുന്നോ ആ ടീം ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. അപ്പൊ വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാവോ അറിയില്ല. സാധാരണഗതിയിൽ 39 വയസ്സുള്ള ഒരാളിന് ഈ വേൾഡ് കപ്പ് കളിച്ച തന്നെ സാധാരണമായ ഒരു സംഭവമാണ്. ഇനി ഒരു 4 വർഷത്തിനപ്പുറം നടക്കേണ്ട വേൾഡ് കപ്പിൽ 43ാമത്തെ വയസ്സിലൊക്കെ ഒരാളിന് എങ്ങനെ അതും ഫോർവേഡായി നിൽക്കുന്ന ഒരാളിന് കളിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഉണ്ട്. എന്തായാലും സ്വാഭാവികമായും മെസ്സിയുടെ കളി കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അതിലും ഉണ്ടാവണമെന്നൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആഗ്രഹങ്ങൾ പോലെ എപ്പോഴും കാര്യങ്ങൾ നടക്കണമെന്നില്ല. ശ്രീ ജോയ്ക്കുട്ടിയാണ്, കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോയ്ക്കുട്ടി, താങ്കൾ കളി കണ്ടിരുന്നല്ലോ? വളരെ വേദന തോന്നിയ ഒരു കളിയായിപ്പോയി. വളരെ വേദന തോന്നിയ കളിയായിപ്പോയി. എന്താണ് യഥാർത്ഥത്തിൽ ഈ അർജന്റീന ഒരിക്കലും ഈ ഒരു ഗോൾ രഹിത സംബന്ധത്തിലേക്ക് പോവുക, പ്രതിരോധത്തിലേക്ക് ഇങ്ങനെ ഉൾവലിയുന്ന ഒരു കളി ഈ വേൾഡ് കപ്പിൽ ഒരു തവണ പോലും ഇങ്ങനെ പൂർണ്ണസമയം പ്രതിരോധത്തിൽ ഉൾവലിയുന്ന ഒരു കളി കണ്ടിട്ടേ ഇല്ല. യഥാർത്ഥമായിട്ട് ആ ഗോളി അല്ലായിരുന്നു വേറൊരാളായിരുന്നെങ്കിൽ ഇവരൊരു 10 ഏറ്റവും മിനിമം ഒരു 10 ഗോളെങ്കിലും അവർ വഴങ്ങിപ്പോയനെ. ആ ഗോളിയായിരുന്നു ഈ ആ കളികളെ അർജന്റീനയെ രക്ഷിച്ച ആ ഒറ്റ ഒരാളാണ്. എന്തായാലും അത് മെസ്സി ആ ഭാഗത്ത് ഇടയ്ക്കൂടൊക്കെ ഇങ്ങനെ പോയി കമന്ററിയിലൊക്കെ ഇടയ്ക്ക് പേരൊക്കെ പറയുന്നതല്ലാതെ മെസ്സി അങ്ങനെ ഇതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കളിയായിപ്പോയത്. വളരെ വേദനയുണ്ട്. ശരി, ഓക്കെ. ശ്രീ റോബിനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ റോബിൻ, താങ്കൾ കളി കണ്ടിരുന്നല്ലോ? ഞാൻ കളി കണ്ടിരുന്നു. എന്താണ് കളിയെക്കുറിച്ചുള്ള അഭിപ്രായം? കളിയെക്കുറിച്ച് ഞാനൊരു കടുത്ത അർജന്റീന ഫാനാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേരും, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജ്യേഷ്ഠത്തിയുടെ മക്കളും ഒക്കെ അവര് ഭയങ്കര ജേഴ്സിയൊക്കെ ഇട്ട് കളി ഇങ്ങനെ കാണാറ്റിരിക്കുമായിരുന്നു. മീകളും മിയായി 2 പേരും. അപ്പം കളിയെ കുറിച്ച് പറയുമ്പോൾ അർജന്റീന ഒത്തിരി പ്രതിസന്ധിയിലൂടെ കളി വന്നത്. എന്നാൽ നല്ലതായി കളിച്ചത് സെമിയിലാണ്. എന്നാൽ ഫൈനലിലേക്ക് വരുമ്പോൾ അർജന്റീനയ്ക്ക് കളിക്കാൻ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു, കളിക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പക്ഷേ സ്പെയിൻ നല്ലതായി കളിച്ചു എന്നുള്ളതാണ്. അർജന്റീനയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് വന്നത് അതിന്റെ നല്ലൊരു കളിക്കാരൻ പർഡേസ്, അദ്ദേഹം ആദ്യത്തെ 11-ൽ ഇറങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതൊരു പോരായ്മ. പിന്നെ സ്ഥിരം പല്ലവിയായിട്ട് കളിക്കുന്ന ഒരു ബാക്കിലോട്ട് പോകുന്ന ഒരു പാസ്, പിന്നെ ഒരുപാട് മിസ് പാസ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അർജന്റീനയെ തോൽവിയിലേക്ക് നയിച്ചത്. പക്ഷെ ഗോളി എന്ന വ്യക്തിത്വം വളരെ ഭംഗിയായി അത് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇതാണ് അതിന്റെ ഒരു പ്രതിസന്ധി. ഇന്നലെ അർജന്റീന മുന്നോട്ട് കയറാനുള്ള അവസരം കിട്ടുമ്പോഴും ബാക്ക് പാസ് കൊടുത്ത് അവസാനം അവരുടെ പെനാൽറ്റി ഏരിയയിൽ ബോക്സിനയിലെ ഉള്ളിൽ എത്തുന്ന അവസ്ഥയായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. ബോൾ അതിനിടയ്ക്ക് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. രാജനാണ്, ക്ഷമിക്കണം, ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് കാണണം എന്ന്. ഇന്നലെ സ്പെയിനിൻ്റെ വിജയവും പ്രവചിച്ചിരുന്നു. അദ്ദേഹത്തിനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫോണിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ശ്രീ രാജനാണ് പയ്യോളിയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. സ്പെയിന് നല്ല കളി കളിച്ച്, അതെ, കളിച്ച് ജയിച്ച് എന്ന് പറയാം. പക്ഷേ ഇന്നലെ അർജന്റീനയുടെ പ്രതിരോധത്തിൽ ഊന്നിയത് ആ ഗോളിന്റെ നിറവും കൊണ്ട് ഒരു 3-4 ഗോള് അർജന്റീനയെ രക്ഷപ്പെടുത്തി. പിന്നെ അർജന്റീനയുടെ മൂവ്മെന്റ്, അറ്റാക്ക് മൂവ്മെന്റ് കളിയില്ലാതെ പോയി. ആ അറ്റാക്ക് മൂവ്മെന്റ് കളി ഫസ്റ്റ് ടൈമിൽ തന്നെ, ആ ലാസ്റ്റ് ടൈമിൽ ആ അറ്റാക്ക് മൂവ്മെന്റ് കളി ഫസ്റ്റ് ടൈമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അർജന്റീനക്ക് അതൊരു വിജയ സാധ്യത കൂടുതലുള്ളതായിരുന്നു സാർ. അത് ഇല്ലാതായി പോയതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കോച്ച് നല്ല കോച്ച് തന്നെയാണ്. പക്ഷെ ഒരു ശിഷ്യന്മാരുള്ള ഒരു ബന്ധം അവിടെ ഉണ്ട് എന്നുള്ളത്, അങ്ങനെയുള്ളൊരു ഇത് പോരായ്മ എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാല് ശിഷ്യൻ ഗുരുവിനെ മേച്ച് വെക്കൂലല്ലോ, ഗുരു തന്നെയല്ലേ. അക്കളിയാണ് ഇന്നലെ കണ്ടത്. നല്ലോണം കളിച്ചു സ്പെയിൻ. സാർ അഭിപ്രായത്തിൽ സ്പെയിനിന്റെ കളിക്കെന്തെങ്കിലും താറാറുണ്ടോ? ഇല്ല, സ്പെയിൻ വളരെ മികച്ച കളിയാണ് കളിച്ചത്. അർജന്റീനയെ പോലെ ഒരു ടീമിനെ
അവരെ ആക്രമിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഏത് സമയവും ഗോളടിക്കാൻ സാധ്യതയുള്ള ടീമിനെ ആക്രമിക്കാൻ ഒരിക്കൽ പോലും വിടാതെ അവരുടെ ഗോൾ പോസ്റ്റിന് ചുറ്റും അവരെ തളച്ചിടാൻ 90 മിനിറ്റും അവരെ തളച്ചിട്ടു. വീണ്ടുമുള്ള ഒരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ അവിടെയും അവരെ തളച്ചിട്ടു എന്ന് പറഞ്ഞത് വലിയ കളിയാണ്. സ്പെയിനിന്റെ ഇന്നത്തെ ഭാഗ്യം എന്താണെന്ന് അറിയാം സാറേ? ആ ഒരു ചുവന്ന കാർഡ് സ്പെയിനിന് കിട്ടി, പിന്നെ അർജന്റീനയ്ക്ക് കൊടുത്തത് സ്പെയിനിന്റെ ഒരു നല്ല ഭാഗ്യമായിട്ട് കണക്കാക്കണം. എന്താണെന്ന് വെച്ചാല് അല്ലെങ്കിൽ സ്പെയിന് ഷൂട്ട് ഔട്ടിലേക്ക് നീങ്ങാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്റെ വിലയിരുത്തൽ. അതിന് സാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എനിക്കും തോന്നുന്നത് അർജന്റീന അവസാന സമയത്ത് ഷൂട്ട് ഔട്ടിലേക്ക് കൊണ്ടുപോകുക എന്നൊരു കളിക്കാണ്, ഒരു തന്ത്രമാണ് അവർ ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. വെച്ചാൽ അങ്ങനെ ഒരു ആക്രമണത്തിന് ഈ എക്സ്ട്രാ ആദ്യത്തെ 90 മിനിറ്റ് അവസാനിക്കുന്നതിന് ഒരു 10 മിനിറ്റെങ്കിലും സാധാരണഗതിയിൽ അവർ ഏറ്റവും സർവ്വശക്തിയോട് ആക്രമിക്കുന്നതാണ്. അതുപോലും ഉണ്ടായില്ല. അതാണ് അർജന്റീനയ്ക്ക് പറ്റിയത്. ഫസ്റ്റ് ടൈമിൽ അറ്റാക്ക് കളിച്ചില്ല. അവരെല്ലാം ബാക്ക് മൂവ്മെന്റിലേക്കാന്ന് വെച്ചാൽ പ്രതിരോധം അവർ ആയതുകൊണ്ടാണ് സാറേ. അല്ലെങ്കിലേ ആ ഗോളിയുടെ മികവുമാണ് 2-3 ഗോളിന്റെ ഒരു ഗോളിയുടെ മികവും പ്രതിരോധവും ഇന്നലെ വളരെ മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. പിന്നീട് അവരടിച്ച സ്പെയിനിന്റെ ഗോളുകൾ പലതും അറ്റാക്ക് മൂവ്മെന്റ് ശരിയായിട്ട് പോയിട്ടില്ല സാറേ. ആ അറ്റാക്ക് മൂവ്മെന്റ് ആ ലാസ്റ്റ് ടൈമിൽ ആ 10 മിനിറ്റിൽ ആ അറ്റാക്ക് മൂവ്മെന്റ് ആദ്യം കളിക്കുന്ന അതേ രീതിയിൽ കളിക്കണമായിരുന്നു. ആ ലാസ്റ്റ് കളിച്ച അതേ രീതിയിൽ ഫസ്റ്റ് ടൈമിൽ കളിച്ചു കഴിഞ്ഞാൽ കളിയുടെ ചില സമയം ഗതികൾ തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതൊന്നും കളിച്ചില്ല. സോറി, എന്ത് ചെയ്യാനാ. ശരി, നമുക്ക് എനിക്ക് തോന്നുന്നു റഷീദ് കൊയിലാണ്ടി അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധം ശരിയായി എന്ന് തോന്നുന്നു. 2 പ്രാവശ്യം ഞാൻ ചോദിച്ചിരുന്നു. താങ്കൾ ഇന്നെന്തായാലും കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത് നിന്നത്. ഇന്നലെ തന്നെ സ്പെയിനിന്റെ വിജയമൊക്കെ താങ്കൾ പ്രവചിച്ചിരുന്നതുമാണ്. എന്തായാലും താങ്കൾ പ്രവചിച്ച പോലെ തന്നെ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം അർജന്റീന ഫാനിനെ മുഴുവൻ നിരാശയുടെ പടുകുഴിയിൽ പെടുത്തിക്കൊണ്ടാണ് ഇന്നലത്തെ അവരെ കളി ഉണ്ടായത്. കാരണം ഒരു അർജന്റീനയുടെ ഒരു നിഴൽ മാത്രമാണ് ഇന്നലെ അവിടെ കണ്ടത്. കാരണം അവർ അത്രമാത്രം എന്തുകൊണ്ട് അവർക്ക് ആ രീതിയിലായിപ്പോയി എന്നത് ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. കാരണം ഇന്നലെ യഥാർത്ഥത്തില് കളി ഗോളി ഇല്ലായിരുന്നു. ഗോളി ആ ഫോമിൽ അവരെ ഫോമിലായിരുന്നു ഗോളി എങ്കിൽ ഒരു ഡസൻ ഗോള് ഇന്നലെ വീഴുമായിരുന്നു. പക്ഷേ അതവരെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഗോളിയാണ് രക്ഷപ്പെടുത്തിയത്. അതല്ലായിരുന്നെങ്കിൽ നിർഭാഗ്യകരമായ ഒരു അർജന്റീനയുടെ ചരിത്രത്തിലില്ലാത്ത, കാരണം 32ഓളം ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. അതൊക്കെ അത് വളരെ സേവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. വളരെ അതൊക്കെ തടഞ്ഞു നിർത്തി എന്നതാണ് വാസ്തവം. കാരണം ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ ഒരു ഫൈനലിന്റെ പ്രതീതി നമുക്ക് ഉണ്ടായിട്ടില്ല എന്നതും ഒരു സത്യമാണ്. കാരണം ഇന്നലെ സ്പെയിനും അതിൻ്റെതായ രീതിയിലൊന്നും കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഗോളടിക്കുന്നതൊന്നും ദുർബലമായി പോയിട്ടുണ്ട്. പലതും അതിന്റെ എമിലിയാനോ മാർട്ടിനസ് രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുമ്പോഴും എമിലിയാനോ മാർട്ടിനസിനെ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന 2-3 ഷോട്ടിനപ്പുറം ഉണ്ടായിരുന്നില്ല. ബാക്കി ഷോട്ടുകളൊക്കെ അനായാസമായി തന്നെ ഒരു എമിലിയാനെ പോലുള്ള ഒരു ഗോളിക്ക് അല്ലെങ്കിൽ സാധാരണ ഗോളിക്കും പിടിക്കാൻ കഴിയുന്ന ഷോട്ടുകളായിരുന്നു അവർ ഉതിർത്തത് പലതും. പക്ഷേ നിരാശ അല്ല, മെസ്സിയെ സംബന്ധിച്ചിടത്തോളം നിരാശ ഒന്നും ലഭിക്കാതെ ഈ വേൾഡ് കപ്പിനോട് വിട പറയുക എന്നത് സങ്കടകരമാണ്. കാരണം ഏറ്റവും നല്ല കളിക്കാരൻ സ്പെയിന്, ഏറ്റവും നല്ല ഗോൾ വലിയക്കാരൻ സ്പെയിന്, ഏറ്റവും നല്ല പ്രായം കുറഞ്ഞ കളിക്കാരൻ സ്പെയിന്, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് എംബാപ്പെ. അപ്പോൾ ഒരു സംഗതി ഒരു കിട്ടിയില്ല എന്നുള്ളതാണ് അർജന്റീനക്ക്. നമ്മള് വലിയ പ്രതീക്ഷ ഇങ്ങനെ ഒരു റണ്ണറപ്പായി അത് ഭാഗ്യാണ്. കാരണം എന്ന് വെച്ചാല് അന്ന് മറ്റേ ഈജിപ്തിനോട് കളിച്ചിട്ട് അവരന്നേ പോകേണ്ടതാണ്, അവരന്നേ പുറത്തു പോകേണ്ടതാണ്. അവിടെ അവരെ പല രാജ്യങ്ങളും അവരെ രക്ഷപ്പെടുത്തിയെടുത്തതിന്റെ അതിന്റെ ദുരന്തമാണ് ഇവരിപ്പം ഫൈനലിൽ അനുഭവിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ ഒരു ഫീലാണ് വന്നിട്ടുള്ളത്. കാരണം അന്ന് എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട്. ആ കളിയുടെ അടിസ്ഥാനത്തിലാണ് വിശകലനങ്ങളും നിയമങ്ങളും എല്ലാം കൃത്യമായി വന്നതല്ലേ? അത് അങ്ങനെയല്ല എന്നത് അതെല്ലാം പഠനത്തിന് വിധേയമാക്കുമല്ലോ. വേൾഡ് അതിന്റേതായ വന്നതല്ലേ? അത് അങ്ങനെയല്ല എന്ന് ബോധ്യമായതല്ലേ? പിന്നീട് അത് പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അത് നമുക്ക് പിന്നീടും അവർ ഇംഗ്ലണ്ടിനെ പോലെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനെ, ഫ്രാൻസിനെ പരാജയപ്പെടുന്ന ടീമിനെ പരാജയപ്പെടുത്തിയല്ലേ വന്നത്. സെമി ഫൈനലിൽ നല്ല കളി കളിച്ചിട്ടുണ്ട്. 2-1 അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നതും വലിയ ഒരു നേട്ടം തന്നെയാണ്. ആ വലിയ നേട്ടം തന്നെ. അവർ കളിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഫൈനലിലാകുമ്പോഴത്തേക്ക് നിറം മങ്ങിപ്പോയി. അപ്പാടെ നിറം മങ്ങിപ്പോയില്ലേ, തീരെ ഇല്ലാതെയായിപ്പോയില്ലേ.
അതുതന്നെയാണ് അതുവരെ കളിച്ച ഒരു അർജന്റീനയുടെ നിഴൽ സംഘം മാത്രമായിരുന്നു ഇന്നലെ. അതെ, മെസ്സിക്കൊരു ബോള് കാൽ എത്തിയത് തന്നെ 15ഓളം മിനിറ്റുകൾ ആയിട്ടുണ്ടെന്നാണ് വിലയിരുത്തല് ഞാൻ കേട്ടിട്ടുള്ളത്. ആകെ ടച്ചുകളുടെ എണ്ണം തന്നെ 50-55 കണ്ട് ടച്ചുകൾ. അതെ, അതേപോലെ പിന്നെ അവര് 800 പാസുകൾ അവർ നടത്തിയിട്ട് ഇവര് 368 അങ്ങനെ പാസ് ഇവർ നടത്തില്ല, പകുതി പോലും ഇല്ല. അപ്പൊ അത്രമാത്രം നിറമങ്ങിപ്പോയത് എന്താണെന്ന് ഒരു തരത്തിൽ നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നത്. വളരെ മോശപ്പെട്ട കളിയാണ് ഇന്നലെ അർജന്റീന നടത്തിയിട്ടുള്ളത്. അർജന്റീന നല്ല പ്രഗത്ഭരായ പക്വമതികളായ എല്ലാം കൊണ്ടും അനുഭവ സമ്പത്തും എല്ലാം ഉള്ള ആളുകൾക്ക് എന്ത് പറ്റി കുട്ടികളോട് കളിക്കുന്നതിന് ഭയം വന്നു എന്താണെന്നൊന്നും മനസ്സിലാകില്ല. അത്രമാത്രം അവർ വല്ലാതെ നിറമങ്ങി പോയിട്ടുണ്ട്. ശ്രീ അലക്സാണ്ടർ ആണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീ അലക്സാണ്ടർ, താങ്കൾ എങ്ങനെയാണ് ഇന്നലത്തെ അല്ല ഇന്നത്തെ ഈ ഫൈനൽ മത്സരത്തെ വിലയിരുത്തുന്നത്? ശ്രീ അലക്സാണ്ടർ പറഞ്ഞോളൂ. ശ്രീ ജയനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ കളിയെ വിലയിരുത്തുന്നത്? നമസ്കാരം സാർ. പാതിരാത്രിക്ക് ഉറക്കുളച്ച് കളി കണ്ട് എന്താ സംഭവിച്ചത്? അർജന്റീന എന്ന പേരിൽ ആളുകൾ കളി കാണുന്നു. പക്ഷേ അതിന്റെ ഏറ്റവും വലിയതൊരു സ്കോർ ബോർഡ് കാണിക്കും. 20 ടാർഗറ്റ് 20 അറ്റാക്കാണ് നമ്മുടെ സ്പെയിൻ നടത്തിയപ്പോൾ അപ്പുറത്ത് 0. അതുപോലെ 16 അറ്റാക്ക് വേറെ ഇതിൽ നടത്തിയപ്പോൾ അർജന്റീനയുടെ 0. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഈ ടാർഗറ്റ് ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അവർക്കും പറയാൻ പറ്റില്ല, കളിക്കാർക്കും പറയാൻ പറ്റില്ല, അവരെ വിശകലനം ചെയ്യുന്നവർക്കും പറയാൻ പറ്റില്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് ഇതിനിടയിൽ ചില യൂട്യൂബ് കമൻറ്റുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വേഗത്തിൽ ചില കമൻറ്റുകൾ ഒക്കെ വായിക്കാം. ഷിജു കിരിയത്ത് പറയുന്നു, യു ഷുഡ് ഹാവ് പിക്ക് ദി ടോപ്പിക് ഓഫ് ചെന്താമര ഇഷ്യൂ ടുഡേ എന്ന് പറയുന്നു. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിക്കണമെന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരം കൂടി ആയിരുന്നു. അത്രത്തോളം ക്രൂരമായി കൊലപാതകങ്ങൾ, ഒന്നിലേറെ കൊലപാതകങ്ങൾ നടത്തുകയും അതിൽ ഒരു പശ്ചാത്താപവും ഇല്ലാതെ ഇരിക്കുകയും ഇനിയും അങ്ങനെ ഒരു അവസരം വന്നാൽ താൻ കൊലപ്പെടുത്തുമെന്ന് കോടതിയിലടക്കം പറയുന്ന, സാധാരണഗതിയിൽ മനുഷ്യൻ്റേതായ ഒരു ഗുണവും ഇതുവരെ പുറമേക്ക് പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വധശിക്ഷ ലഭിക്കുമ്പോൾ അതിൽ അങ്ങനെ ഒരു മറിച്ചൊരു അഭിപ്രായം കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു തർക്കമോ അങ്ങനെ ഒരു ഇല്ലാത്തൊരു വിഷയമായതുകൊണ്ട് അത് എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ ആ വാർത്തയൊക്കെ വളരെ വിശദമായി തന്നെ നൽകിയിരുന്നു. ഇതിപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അർജന്റീന ആരാധകരും അർജന്റീനയെ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സ്പെയിൻ ആരാധകരും മറ്റ് അർജന്റീനയ്ക്ക് എതിർക്കുന്ന പരാജയപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ ആരാധകർ അങ്ങനെ വലിയ കേരളത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ പൊതുവേദി ഈ ഇന്ന് ഒരു വേൾഡ് കപ്പ് പ്രമാണിച്ച് ഇത് എടുത്തതെന്നുള്ളത്. ഇന്നലെയും ഇത് തന്നെയായിരുന്നു, വേൾഡ് കപ്പ് പ്രമാണിച്ചാണ് അത് എടുത്തത്. ഫൈനലൊക്കെ അല്ലേ, കേരളത്തിൽ അവധിയൊക്കെ അല്ലേ, അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തത്. ആ ബോളൊന്ന് തൊടാൻ തന്നിരുന്നെങ്കിൽ ഞങ്ങളും അടിച്ചേനെ ഗോൾ. ലോകകപ്പിൽ പരാജയപ്പെട്ടതോടെ സമൂഹ മാധ്യമങ്ങളിൽ അർജന്റീന എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതും വിസ്മയമായു എന്നാണ് പ്രമോദ് നാണു പറയുന്നത്. മറ്റേത് ആൻ്റണിയാണ്, ഈ തൃശ്ശൂർ എന്നുള്ള ആൻ്റണിയാണ് ഈ ബോളിൻ്റെ കഥ പറഞ്ഞത്. കളി തോക്കാൻ കാരണം സ്പെയിൻ ബോൾ കൊടുത്തില്ല. 1 മണിക്കൂർ മുകളിലാണ് സ്പെയിൻ ഗോളി ഉറങ്ങിപ്പോയത്. എണീറ്റപ്പോൾ കളിയും കഴിഞ്ഞു എന്നാണ് പറയുന്നത്. MS ഷാജിയാണ് ഇത് പറയുന്നത്. ഇതിനിടയിൽ മറ്റ് ഒരു ഇത് കണ്ടത്, ഒരു ഗ്രൂപ്പിലെ ഇതാണ് കണ്ടത്. സ്പെയിൻ ഗോളിക്കെതിരെ കളി നടക്കുന്നതിനിടയിൽ കൂർക്കം വലിച്ചതിന് റഫറി മഞ്ഞക്കാർഡ് കൊടുത്തു എന്ന് പറഞ്ഞൊരു ട്രോള് ഇറങ്ങുന്നത് കണ്ടു. സ്പെയിൻ ഗോളിക്ക് ഒരിക്കൽ പോലും കളിയിലേക്ക് വരേണ്ട അല്ലെങ്കിൽ ഇടപെടേണ്ട ഒരു അവസരം ഉണ്ടായില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന, കളി കാണുന്ന ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു ഘടകം തന്നെയായിരുന്നു. ഒരുപാട് ട്രോളുകളാണ് അതുമായി ബന്ധപ്പെടുത്ത. ഇന്നലത്തെ ശമ്പളം പുള്ളിക്ക് കൊടുക്കുന്നില്ല, ഇന്നലെ പണിയൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഇന്നലെ പുള്ളിക്ക് ശമ്പളം ഇല്ല എന്ന് സ്പെയിൻ ടീം അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതരത്തിലുള്ള ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. ജയകുമാർ പറയുന്നു, ഇന്നലെ ഞാൻ ഫസ്റ്റിലെ കമൻ്റ് ഇട്ടില്ലേ സ്പെയിൻ ജയിക്കുമെന്ന്, കപ്പും കാണിച്ചിരുന്നു. ഞാൻ സ്പെയിൻ്റെ ഫാനല്ല, താങ്കൾ അർജന്റീന ഫാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എതിർത്ത് പറഞ്ഞാണ്. ജയകുമാർ, ശ്രീ ജയകുമാർ, ഞാൻ അർജന്റീന ഫാനാണെന്ന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എന്തിനാണ് അങ്ങനെ എതിർത്ത് മറ്റൊരു ടീമിൻ്റെ ഫാനാകുന്നത്? താങ്കൾക്ക് ഇഷ്ടമുള്ള ടീമിൻ്റെ ഫാനാവുക. ഒരാൾ അയാളെ പിന്തുണച്ചതിൻ്റെ പേര് ഞങ്ങളയാളെ മറ്റൊരാളെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നതല്ലല്ലോ. ശ്രീ MS ഷാജി പറയുന്നു, എന്ത് വൃത്തികെട്ട കളിയായിരുന്നു ഇന്നലെ മെസ്സിയും കൂട്ടരുടെയും. ഇടിയും ബഹളവും 5 മഞ്ഞക്കാർഡും ഒരു റെഡ് കാർഡും, കഷ്ടം, ഇത്രയ്ക്ക് അതപ്പതിക്കരുത്. ശശിരമ്പിള്ള പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ കളി തോൽക്കാൻ കാരണം മണിമല കൃഷ്ണൻകുട്ടിയാണ്. LDF അല്ലാതെ ആര് ജയിക്കാനുണ്ട് എന്ന് ചോദിച്ചു, LDF തോറ്റു. അർജന്റീന അല്ലാതെ ആര് ജയിക്കാനുണ്ടായെന്ന ചോദ്യം അത് കിടക്കുന്നുവെന്ന് ശശിരമ്പിള്ള. അതിൻ്റെ ഇടയിൽ അവർ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ കൂടി സമർത്ഥമായി കമൻറ്റിലാക്കിയതാണ്.
പിന്നീടും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ്. കൂടുതലൊന്നും വിശദീകരിക്കേണ്ട. സ്പെയിനിൻ്റെ പാസിന് മുന്നിൽ മെസ്സിയും കൂട്ടരും മുട്ടുമടക്കി എന്നാണ് പറയുന്നത്. ആറാട്ടും കഴിഞ്ഞു, ആനയും പോയി, ഇനി എന്തോന്ന് ഉത്സവമെന്ന് ശശിരമ്പിള്ള ചോദിക്കുന്നു. ഇന്നങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പം ഇന്ന് രാവിലെയാണ് നമ്മൾ ഈ കളി അങ്ങോട്ട് അവസാനിച്ചത്. ഇന്നലെ പോലും അല്ല. അപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണല്ലോ ഇന്നിപ്പോൾ ഇതിൻ്റെ ചർച്ച. എന്തുകൊണ്ട് തോറ്റു, എന്തുകൊണ്ട് ജയിച്ചു, കളി ശരിയായില്ലേ, ഇത്തരം ചർച്ചകൾ ബസ്സിനകത്ത് കയറിയാലും എവിടെയൊക്കെ ചെന്നാലും എല്ലാ സ്ഥലത്തും അത്തരം ചർച്ചകളല്ലേ സ്വാഭാവികമായി. ഈ പഹയന്മാർ പന്ത് കൊടുക്കാത്തത് മുഴുവൻ അർജന്റീനൻ ഗോളിക്ക് മാത്രമാണ്. പന്ത് കിട്ടുകയാണെങ്കിൽ മാത്രമല്ലേ അവർക്ക് മെസ്സിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനും എനിക്കിതാണ് പറയാനുള്ളത് എന്നുള്ളത്. അതൊരു കാര്യം ശരിയാണ്. അർജന്റീനയുടെ ഗോളിക്കാണ് പന്ത് കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് പന്ത് കിട്ടിയാലല്ലേ മെസ്സിക്ക് പന്ത് കൊടുക്കാൻ കഴിയൂ. ഞാനൊരു അർജന്റീന ആരാധകനാണ്. പക്ഷേ ഇന്നലെ വളരെയധികം നിരാശപ്പെടുത്തി. ഗോളി ഒഴികെ ബാക്കി മുഴുവൻ കളിക്കാരും പൂർണ്ണ പരാജയമായിരുന്നു. സ്പെയിൻ സൂപ്പർ കളി കളിച്ചു. ബ്രസീലും സ്പെയിനും ചേർന്ന് അത് പറഞ്ഞിരിക്കുന്നത് സന്തോഷ് പരിപ്പയ്യാണ്. ശശിരമ്പിള്ള പറഞ്ഞു ബ്രസീലും സ്പെയിനും ചേർന്നുള്ള ബ്രെയിനാണ് അർജന്റീനയെ തോൽപ്പിച്ചതെന്ന് പറയുന്നു. AK കൃഷ്ണൻകുട്ടി പറയുന്നു ഇതാണ് അർജന്റീനയെങ്കിൽ അവരെ തോൽപ്പിക്കാൻ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ടീം മതിയാകുമായിരുന്നു എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. ഇത്രയൊക്കെ കടുപ്പത്തിൽ പറഞ്ഞു കളയാതെ അവർ വേൾഡ് ലോകകപ്പിൽ 3ാം സ്ഥാനം കിട്ടിയ ഇംഗ്ലണ്ടിനെ അടക്കം തോൽപ്പിച്ച ഫൈനലിലെത്തിയ ടീമാണ്. അവരെ ഒരു ദിവസം ഒരു കളി ഏത് ടീമിനും മോശമായി പോവാം. അന്ന് കരുതി അവരെ യൂണിവേഴ്സിറ്റി ടീം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എന്തായാലും തോറ്റു കിടക്കുമ്പോൾ ഇത്തരം കളിയാക്കലുകളൊക്കെ സ്വാഭാവികമായും നേരിടേണ്ടി വരും എന്നറിയാം. എൻ്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, നിങ്ങളും അർജന്റീനയെ കൈ ഒഴിഞ്ഞു എന്ന് ബാബുരാജൻ ചോദിക്കുന്നു. ബാബുരാജ് കൃഷ്ണൻകുട്ടി ആര് ജയിക്കുമെന്ന് പറഞ്ഞാൽ അവരെല്ലാം തോറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. റഷീദ് പോലെയുള്ള സാമ്പാർ മുന്നണിക്കാർക്ക് എന്ത് അർജന്റീന തോറ്റതിൽ ഇത്ര സങ്കടം, സന്തോഷിക്കല്ലേ വേണ്ടതെന്ന് കപട സ്നേഹം കലക്കിയെന്നാണ് സന്തോഷ് പറയുന്നത്. എന്തായാലും അത്തരം കുറേയേറെ കമൻറ്റുകൾ കൂടി ഇതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് അലക്സാണ്ടറാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ അലക്സാണ്ടർ, താങ്കൾ കളി കണ്ടിരുന്നോ? നമസ്കാരം. കളി കണ്ടിരുന്നു. എന്നിട്ട് എന്ത് തോന്നി? എന്ത് തോന്നാൻ, ഞാൻ സ്പെയിനാണ് 1-0 സ്പെയിൻ ജയിക്കുമെന്നാണ് ഞാൻ പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ വിശകലനം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പെയിന് ടോട്ടൽ ഫുട്ബോളാണ് കളിച്ചത്. അപ്പൊ നമ്മളിപ്പോ അർജന്റീനക്കാര് വയസ്സ് കൂടിയതാണ് മറ്റേതാണ് ഇപ്പൊ ലാസ്റ്റ് ടൈമിന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, തോക്കേണ്ടത് തോറ്റു. ഇനിയിപ്പോ അർജന്റീന ഫാൻസ് കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. സ്പെയിന് ടോട്ടൽ ഫുട്ബോൾ ആദ്യം മുതൽ ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന അവർ ചെറുപ്പക്കാരാണ്. അവർ വളരെ നല്ല രീതിയിൽ കളിച്ചു. അതിൽ അർജന്റീനന്റെ മെസ്സിക്കോ മറ്റുള്ളവർക്കോ പന്ത് കൊടുക്കാണ്ട് തന്നെ പന്ത് തട്ടിപ്പറിച്ച് എടുക്കുന്ന രീതിയിലായിരുന്നു അവരുടെ കളികളെല്ലാം. അത് നമ്മളെല്ലാരും കണ്ടതാണല്ലോ. അപ്പോൾ സ്പെയിനിന്റെ കളിയെ തന്നെ വാഴ്ത്തണം നമ്മൾ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ കൃഷ്ണൻകുട്ടി ആണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, യഥാർത്ഥത്തിൽ അർജന്റീന ഇതുവരെ കളിച്ച കളിയെല്ലാം മറന്ന മറ്റൊരു സംഘത്തെ പോലെയാണ് ഇന്നലെ സ്പെയിന് മുന്നിൽ കളിച്ചത്. സ്പെയിൻ അർഹിക്കുന്ന വിജയം അവർ അനായാസം അത് നേടിയെടുക്കുകയും ചെയ്തു. എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നമസ്കാരം. ഈ മറ്റൊരു ചർച്ചയില് സ്പെയിനും ഫ്രാൻസും കൂടെ ആയിരുന്നല്ലോ പ്രീ ക്വാർട്ടർ കളിച്ചത്. അതെ. അപ്പൊ അതില് ആര് ജയിക്കുമെന്നുള്ള സംഗതി വന്നപ്പോ ഞാൻ അഭിപ്രായപ്പെട്ടത് സ്പെയിൻ ജയിക്കുമെന്നായിരുന്നു. കാരണം ഫ്രാൻസ് നല്ല ടീമാണെങ്കിലും സ്പെയിൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ അന്ന് എന്നോട് ചോദിച്ചത് എന്തുകൊണ്ട് ഞാൻ സ്പെയിൻ ജയിക്കുമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു മറുപടി, കുറെ കളികൾ നമ്മൾ സ്പെയിനിന്റെ കണ്ടു, ഓരോ കളിയാകുമ്പോഴേക്ക് കണ്ടിട്ടുള്ളത് ഫ്രാൻസ് അങ്ങനെ ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നില്ല, അതുകൊണ്ട് സ്പെയിൻ ജയിക്കുമെന്നാണ് പറഞ്ഞത്. അന്ന് ഞാൻ പറയാം, അന്ന് ഫ്രാൻസും സ്പെയിനിന്റെ കളിയുടെ ദിവസമായിരുന്നു ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പുള്ള കളിയിൽ നിന്ന് സ്പെയിൻ ഒന്നും കൂടെ മെച്ചപ്പെട്ട തീർച്ചയായിട്ടും സ്പെയിൻ ഫ്രാൻസിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ സംഭവിച്ചത് എന്താണ്? സ്പെയിൻ ഫ്രാൻസ് കളിയിലൂടെ ഇരട്ടി കളി കളിച്ചു ഇന്നലെ. അതേസമയം അർജന്റീന താഴോട്ട് പോവുകയും ചെയ്തു. പിന്നെ പറ്റിയത് അർജന്റീന മെസ്സി അടിച്ചോളും എന്ന് വിചാരിച്ചായിരിക്കും അർജന്റീനയുടെ മറ്റുള്ള ടീമംഗങ്ങൾ കളിച്ചിട്ടുണ്ടാവുക. അതിന്റെ കൂടെ സംഭവിച്ചത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതിന്റെ കൂടെ സംഭവിച്ചത് അർജന്റീനയുടെ വളരെ ചുരുക്കമായിട്ട് മാത്രമേ അവർക്ക് സ്പെയിനിന്റെ ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് പോലും പോകാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇവർക്ക് അധികം ഗോള് വീഴാതിരുന്നതിന് അർജന്റീനയുടെ ഗോളിയോട് താങ്ക്സ് പറയണം. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഗോള് വീഴുമായിരുന്നു. അത്രയ്ക്ക് മോശപ്പെട്ട കളിയായിപ്പോയി അവർക്ക്. അത് ശരിക്കുള്ള അർജന്റീനയുടെ A ടീം അല്ല, B ടീം അല്ല, അർജന്റീനയുടെ C ടീം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് അർജന്റീന കളിച്ചത്. അപ്പൊ ഇത്രയും കളികളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ വിചാരിക്കേണ്ടത്
ഈ കാര്യത്തില് ഇന്ത്യ മനസ്സ് വെച്ചാല് തീർച്ചയായിട്ടും നമുക്ക് വേൾഡ് കപ്പിൽ കളിക്കാൻ നമ്മുടെ ഇന്ത്യക്കാർക്കും കഴിയും. കേരളവും ബംഗാളും ഒക്കെ ഫുട്ബോളിനെ സംബന്ധിച്ചിട്ട് നല്ല സംസ്ഥാനങ്ങളാണ്. ഇവിടെ നിന്നൊക്കെയുള്ള കളിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗോവ അതുപോലുള്ള ആൾക്കാര് നല്ലൊരു മുൻകൂട്ടി തയ്യാറാക്കി ഒരു പദ്ധതി തയ്യാറാക്കി ഇന്ത്യ തീർച്ചയായിട്ടും ഇതിനുവേണ്ടി ശ്രമിക്കുകയും അടുത്ത വേൾഡ് കപ്പ് അല്ലെങ്കിൽ അതിനടുത്ത വേൾഡ് കപ്പിലെങ്കിലും കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. കാരണം ഇത്രയും കണ്ടതെന്ന് മനസ്സിലാവുന്നത് ഇത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമാണ്. നമ്മളത് ചെയ്യുന്ന അതാണ് വിഷയം. ഇതിനകത്ത് നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക്സ് കയറുന്നതാണ് ഇപ്പോൾ സ്പോർട്സിൽ. അതുകൊണ്ടാണ് നമുക്ക് നടക്കാതെ പോകുന്നത്. നമ്മൾ മനസ്സ് വിചാരിച്ചാല് കേരളത്തിലെങ്കിലും നല്ലൊരു ടീമിനെ ഉണ്ടാക്കാൻ കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർക്കും സർക്കാരിനും കഴിയുകയും കൂടെ വേണം. നമ്മളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും വേണം. നിങ്ങൾ മാധ്യമക്കാരും കൂടെ ചേർന്നിട്ട്. അതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുധാകരനാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സുധാകരൻ, എങ്ങനെയാണ് താങ്കൾ ഇന്നലത്തെ കളിയിലെ അർജന്റീനയുടെ ഒരു പെർഫോമൻസിനെ വിലയിരുത്തുന്നത്? അർജന്റീന സ്പെയിനും തമ്മിലുള്ള മത്സരത്തിൽ നേരത്തെ മറ്റേ റഫറി എപ്പോഴും അവർക്കെതിരായിരുന്നു അർജന്റീനക്ക്. അത് മുമ്പേ പല കളിയിലും അർജന്റീന ഈ കളിയിൽ കളിച്ചിരാകുമ്പോൾ ഈ റഫറി എപ്പോഴും അർജന്റീനക്കെതിരെ നിൽക്കായിരുന്നു. ആ ഒരു ഉൾഭയം കൊണ്ട് അർജന്റീനക്ക് അധികം കളിക്കാൻ പറ്റിയില്ല. ആ ഉൾഭയം കൊണ്ട് അവര് കളി തന്നെ ബാക്കോട്ട് പോയി. പിന്നെ പോരാതെ എത്ര ഫൗൾ കളിച്ചിട്ടും ഇവർക്ക് ഒരു മഞ്ഞ കാർഡ് വരെ യെല്ലോ കാർഡ് വരെ കിട്ടുന്നില്ല. പക്ഷെ അർജന്റീന ഇത് ചെയ്യാത്ത ചെറിയ ടാക്ലിംഗ് പോലും ഒരു യെല്ലോ കാർഡ് കാട്ടി ഇതാക്കുന്നു. അപ്പം അവർക്ക് അതുകൊണ്ട് കളിക്കാൻ ഉൾഭയം കൊണ്ട് തന്നെയാണ് അവർ മുമ്പത്തെ കളിയൊന്നും കാഴ്ചവെക്കാൻ കഴിയാത്തത്. അതിനേക്കാൾ മുമ്പേ ഇപ്പോൾ ഫൈനലിൽ എത്തുന്നവരെ അവർ കളിയൊന്നും അപേക്ഷിക്കുമ്പോൾ ഈ കളി വളരെ മോശമായിട്ട് കാണുന്നത് അതുകൊണ്ടാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മോഹനാണ് ചോറ്റാനിക്കരയിൽ നിന്നാണ്. ശ്രീ മോഹനൻ, ഇന്നലെ അർജന്റീനയുടെ ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിൽ നിന്നാണ് ഈ ആദ്യ പകുതിയിലൊക്കെ ഈ കളി കണ്ടപ്പോഴും അങ്ങനെയല്ല. അർജന്റീന ഈ നോക്കൌട്ട് റൗണ്ടിലൊക്കെ പ്രകടിപ്പിച്ചതുപോലെ ഈ രണ്ടാമത്തെ പകുതിയുടെ ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അവർ ആഞ്ഞ് ഒരു കളിയെങ്കിലും കളിക്കുമെന്ന്. പക്ഷേ ഇന്നലെ 1-2 മിനിറ്റാണ് പരമാവധി അവർ, അതും എക്സ്ട്രാ ടൈമിലെങ്ങാണ്ടാണ് ഒരു കളിക്കാനുള്ള ശ്രമമെങ്കിലും നടത്തിയത്. എവിടെയാണ് അർജന്റീനയ്ക്ക് ഇന്നലെ പിഴച്ചു പോയത്? നമസ്കാരം കിരൺ. നമസ്കാരം. അതായത് ഈ അർജന്റീനയ്ക്ക് ആൾക്കാരും മാധ്യമങ്ങളെല്ലാം ഒരു ഇല്ലാത്ത പരിവേഷം ചാർത്തി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ നല്ല കളിക്കാരാണ്, മറ്റേ ലോകകപ്പ് നേടിയ ആൾക്കാരാണ്, കഴിവുള്ളവരാണ്. പക്ഷെ അവർക്ക് ഇല്ലാത്ത പരിവേഷം എന്റെ ധാരണയിൽ മറ്റേ മാധ്യമങ്ങളും ആൾക്കാരും ചാർത്തി കൊടുത്തില്ലേ എന്ന് സംശയം ഇന്നലെ വ്യക്തമായി. എന്താ കാരണം തന്നെ സ്പെയിൻകാരെ അവരെ നിലത്ത് നിർത്തിയിട്ട് വേണ്ട ഇവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്. ഇന്നലെ അങ്ങനത്തെ കളിയായിരുന്നു. അതായത് സ്പെയിനും അർജന്റീനയുടെ കളിയല്ലായിരുന്നു. ഇന്നലെ അർജന്റീന നിലത്ത് നിർത്തിയില്ല. അതിന് വേണമെങ്കിൽ എന്തെല്ലാം ഭാഷ വേണമെങ്കിൽ ഇന്നലെ നെയ്ലായിരുന്നു എന്നോ അർജന്റീന കളിക്കാൻ മറന്നു എന്നൊക്കെ എന്തും പറയാം. പക്ഷെ സ്പെയിൻകാരന് ശരിക്കായ കളി അറിയാവുന്നതിന് മുമ്പിൽ വന്നപ്പോ അർജന്റീന എല്ലാം മറന്നുപോയി എന്നാണ് സാധാരണ ഒരു ഫുട്ബോൾ പ്രേമി നിലയ്ക്ക് എനിക്ക് തോന്നിയത്. കാരണം അർജന്റീനക്ക് കളിക്കാൻ സാധിച്ചില്ല. കാരണം ഇവർ നിലത്ത് നിർത്തിയിട്ടല്ലേ അടവെടുക്കാൻ കഴിയുമെന്ന് പഴയ സിനിമയിൽ ചോദിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാലിൽ പന്ത് കിട്ടാതെ എന്ത് മാജിക്ക് കാണിക്കാനാണ് മെസ്സി അല്ല ആരായാലും. അങ്ങനെ പന്ത് കിട്ടുന്ന ഒരു അവസരം തന്നെ ഇന്നലെ കാര്യമായി ഉണ്ടായിരുന്നില്ല. സുരേഷാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേഷ്, താങ്കൾ എങ്ങനെയാണ് ഇന്നലത്തെ കളിയെ വിലയിരുത്തുന്നത്? ഇന്നലത്തെ കളിയെപ്പറ്റി പറയുകയാണെങ്കിൽ ചെറുപ്പക്കാർ പിള്ളേർ ഓടി നടന്ന് അധ്വാനിച്ച് കളിച്ചു. അതിന്റെ വിജയം അവർക്കുണ്ടായി. മെസ്സിയെ പോലെയുള്ള വയസ്സന്മാർക്ക് ഓടുന്നതിന് പരിധിയുണ്ട്. തന്നെയുമല്ല ഇന്നലത്തെ കളിയെ അവരുടെ പ്രായക്കുറവിനെ ഒരല്പം പേടിയോടുകൂടി തന്നെയാണ് അർജന്റീന കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവർ തോറ്റുപോയത്. അവരുടെ പ്രായക്കുറവ്, അവരുടെ ആ പക്വത, അവര് പാസ് ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. എത്ര പാസുകളാ, കൃത്യമായിട്ട് പാസുകൾ. അർജന്റീനയുടെ കളിക്കാരുടെ കയ്യിലേക്ക് പോകുന്ന പന്തുകൾ കൃത്യമായിട്ട് പാസിങ് ഇന്ററപ്റ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് പിടിച്ചെടുത്ത് ഒരു 90-92% പന്ത് പ്ലേസ് കൃത്യമായിട്ട് കൈ അടക്കിക്കൊണ്ട് കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ടാണ് കളിച്ചത്. അങ്ങനെ കളിക്കുന്നവർക്കല്ലേ വിജയം ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ആർക്കാണ് വിജയം ഉണ്ടാവുക? ഇന്നലത്തെ കളിയിൽ അർജന്റീന തോറ്റുപോയത് യാതൊരു അത്ഭുതവുമില്ല. പിന്നെ ഇന്നലെ അർജന്റീനയുടെ കൂടെ കളിച്ചത് ഒരേ ഒരാൾ മാത്രം, ഗോളി. ആ ഗോളി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു 75ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു 3 ഗോളിന് അർജന്റീന പുറകിൽ പോകുമായിരുന്നു. ഗോളി ഒഴികെ ബാക്കി എല്ലാവരും മോശം. ഇത്ര മോശമായ ഒരു അർജന്റീന ടീമിനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല.
അതെ, മോശപ്പെട്ട രീതിയിലുള്ള കളിയായിപ്പോയി. പലപ്പോഴും അർജന്റീന ഈ കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലാണ് ഇങ്ങനെ ഒരു തരത്തിലേക്ക് നല്ല കളികളിലേക്കൊക്കെ വന്നത്. യഥാർത്ഥത്തിൽ മുമ്പൊക്കെ പലപ്പോഴും അർജന്റീന ടീം ഇങ്ങനെ നല്ല രീതിയിൽ കളിക്കും, ജയിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ഘട്ടത്തിലൊക്കെ ചില നിർണായക കളി വരുമ്പോൾ ഈ അടിപതറി പോകുന്ന കാഴ്ച ഇന്നലെയും അങ്ങനെ തന്നെയാണ് കാണേണ്ടി വന്നതെന്ന് തോന്നുന്നു. ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്നും. ബിനോയ്ക്ക് കളി കണ്ടിട്ട് എന്താണ് തോന്നിയത്? നമസ്കാരം. കളി കണ്ടിട്ട് തോന്നിയ എന്താണ്, കളിച്ച ടീം ജയിച്ചു. ഞാൻ പ്രത്യേകിച്ച് ഒരു ടീമിന്റെ ആരാധകനല്ല, പക്ഷെ കളിച്ച ടീം ആരായാലും അവർ ജയിച്ചു എന്നുള്ളു. പക്ഷെ അർജന്റീനയിൽ നിന്നും ഇതുപോലെ ഇത്രയും മോശമായ ഒരു കളി ഒരു ഫുട്ബോൾ പ്രേമികളും പ്രതീക്ഷിച്ചിട്ടില്ല കിരണെ. പക്ഷെ എനിക്ക് നേരത്തെ മുതലേ അറിയാം സ്പെയിനുമായിട്ട് തോക്കുമെന്ന്. ഞാൻ മെനഞ്ഞാന്ന് നിങ്ങളുമായിട്ട് നടന്ന ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ കളിയിൽ തോക്കും. കാരണം സ്പെയിൻ അത്ര ശക്തമായൊരു ടീം മാത്രമല്ല, അവരുടെ പാസ് ഡീൽ എന്ന് പറഞ്ഞാൽ അടിപൊളി പാസ്. ലാസ്റ്റ് അവരുടെ ട്രിക്ക് മാറ്റി, അവരുടെ പാസ് ഓവറായി. കാരണം കളി തീരാൻ ഒരു 5 മിനിറ്റ് ഉള്ളപ്പോൾ രണ്ടുപേരുടെ ലെവൽ നോക്കുമ്പോൾ അവരുടെ 786 മറ്റൊരു 346 ആയതേ ഉള്ളൂ അർജന്റീന. അപ്പൊ ലാസ്റ്റ് അവസാനത്തെ അരമണിക്കൂറിൽ 15 മിനിറ്റ് ഹാഫ് ടൈം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവരുടെ കോച്ച്, സ്പെയിന്റെ കോച്ച് പറഞ്ഞു ഇനി നിങ്ങൾ ചെറിയ പാസ് കളിക്കണ്ട, വലിയ പാസ് കളിക്കാണ്. അപ്പൊ അതുകൊണ്ട് അവർ ആ വലിയ പാസ് കളിച്ചപ്പോഴാണ് സത്യത്തിൽ ഗോൾ കയറിയത്. ഇടയ്ക്ക് സ്പെയിനിന് ഗോളടിക്കാൻ മറന്നു പോകുന്നുണ്ടായിരുന്നു. കാരണം പെനാൾട്ടി പോസ്റ്റിൽ വന്നിട്ട് 5-6 പാസ് തിരിച്ചും മറിച്ചും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ലോങ് പാസിൽ ലാസ്റ്റ് ഗോളടിച്ചത് ലോങ് പാസിലാണ്, ഇപ്പുറത്തെ റൈറ്റ് വിങ്ങിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങിൽ കൊടുത്ത് ആ പാസിൽ അടിക്കാൻ പറ്റി. പക്ഷെ ഇന്നലെ മെസ്സി സത്യത്തിൽ കളിക്കരുതായിരുന്നു. ഗാലറി ഇരുന്ന് കളി കണ്ടായിരുന്നെങ്കിൽ ഫിഫയ്ക്ക് അദ്ദേഹത്തിന്റെ ടിക്കറ്റിന്റെ ചാർജും കൂടിയെങ്കിലും കിട്ടിയേനെ. അദ്ദേഹം ബോൾ തൊട്ടതേ ഇല്ല മെസ്സി. പിന്നെ അർജന്റീന ഒരു കളിക്കാരും സത്യത്തിൽ ബോൾ തൊട്ടില്ല. പക്ഷെ ഇന്നലെ അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കണക്ക് ഫൈനൽ നടന്നത് ആ സ്പെയിനും ഫ്രാൻസും കൂടി കളിച്ചപ്പോഴാണ് സത്യത്തിൽ അതായിരുന്നു ഫൈനൽ. ഇത് ഫൈനലായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റിയില്ല. പിന്നെ നമ്മളുടെ നാട്ടിലൊക്കെ ഈ സത്യം അറിഞ്ഞൂടാത്ത കുറെ ആളുകൾ ബ്രസീലിന്റെ കുപ്പായം ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇന്നലെ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം ഒരിക്കൽ പോലും അവരുടെ ഫുട്ബോൾ പ്രേമികളെ ബ്രസീൽ ടീം എന്ന് പറഞ്ഞ് കുപ്പായിട്ട് നടക്കുന്നവരെ ഒരിക്കൽ പോലും സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ കളി കണ്ടുകൊണ്ടിരുന്ന ആളാ മൊത്ത സമയം. എനിക്ക് തോന്നുന്നു 75%. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഫൈനലിൽ കളിക്കേണ്ട ഒരു കളി, അല്ലെങ്കിൽ ജയിച്ചാലും ജയവും തോൽവിയൊക്കെ കളിയിലുണ്ടാവും, പക്ഷേ ഫൈനൽ കളിക്കേണ്ട ഒരു കളിയുണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കളി, ഈ ഇത്രയും കടന്നു വന്ന 2 ടീമുകൾ കളിക്കേണ്ട കളി, പക്ഷെ അവിടെ അർജന്റീനയ്ക്ക് പിഴച്ചോ? നമസ്കാരം സാറേ. ഇപ്പൊ സത്യം പറഞ്ഞ ഈ വിഷയം എടുത്ത് തന്നെ അർജന്റീനക്കാർ ദുഃഖിച്ചിരിക്കുന്ന ഒരു ചങ്കൽ കുത്തുന്ന ഒരു പരിപാടി ആയിപ്പോയി ഇത്. കാരണം എല്ലാവരും ദുഃഖിച്ചിരിക്കുക. എന്റെ വീട്ടിലും പിള്ളേരൊക്കെ അർജന്റീനക്കാരാ, ഞാൻ ഫ്രാൻസുകാരനാ. അതിനേക്കാൾ പ്രശ്നം നിൽക്കുന്ന ഒരാളാണ് ഇത് അവതരിപ്പിക്കുന്നത്. എനിക്ക് ഓഫീസിലൊക്കെ കയറാൻ വയ്യാത്ത അവസ്ഥയാണ്, ഫേസ്ബുക്കിലും കയറാൻ വയ്യാത്ത അവസ്ഥയാണ്. അർജന്റീന ഫാനായിരുന്ന അർജന്റീനയ്ക്ക് വേണ്ടി എഴുതിയ അവസാനം ആളുകൾ ഓരോരുത്തരും മെൻഷൻ ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കളിയല്ലേ, ഇതൊക്കെ രസമല്ലേ? എന്നാലും എനിക്ക് പറയാം സാറേ, ഈ ഇവരുടെ കളിയിലേ നമുക്ക് ഈ കാബേബർദയുടെ കളി തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴേ ഈ സത്യം പറയുന്നത് മോശം കളി ആയിരുന്നു. പക്ഷെ കാബേബർദെ പോലുള്ളൊരു കളിക്കാരെയൊക്കെ അവർ തോൽപ്പിച്ച് വന്നു പറഞ്ഞാലും അവർക്ക് ഒരു മോശം കളി പ്രകടനമായിരുന്നു ഈ ഇപ്രാവശ്യത്തെ ഈ പിന്നെ വിഫയില് അർജന്റീന എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കളികളെല്ലാം മിക്കവാറും കണ്ടുകൊണ്ടിരിക്കുന്ന കക്ഷിയായിരുന്നു. അപ്പൊ ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്റെയൊക്കെ കാലിൽ ഒരുപാട് ഈ പശ ഒട്ടിച്ച പോലെയായിരുന്നു. കാരണം ബോൾ ഒരു കാരണവശാലും അവരുടെ കാലെന്ന് പറയുന്നില്ല. അർജന്റീനയെ നിലത്ത് നിർത്തിയിട്ടില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാധകർ ഇഷ്ടമോണൊക്കെയുള്ള സമയത്തൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, രാത്രിക്ക് ഉറക്കം കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ദുഃഖകരമായ വാർത്തയാണ് അർജന്റീനക്കാർക്ക്. എന്നെ സംബന്ധിച്ച് കളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രാൻസുകാരനോട് എനിക്ക് സന്തോഷിക്കാം. കാരണം ഗോൾഡൻ ബൂട്ട് കിട്ടില്ല എംബാപ്പയ്ക്ക്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്ന വ്യക്തിയാ. അതുകൊണ്ട് കളികളിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ പരാജയം പറ്റിയ ഒരു ടീം അർജന്റീന. ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ 82 തൊട്ട് ലോകകപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന കക്ഷിയാണ് സ്ഥിരം. പക്ഷെ ഇതുപോലെ അർജന്റീനയ്ക്ക് ഒരു പരാജയം ഉണ്ടായ കളി എന്താ പറ്റിയത്, എവിടെ എങ്ങനെയാ പറ്റിയത്? അതായത് എതിർ കക്ഷികളുടെ ഭയങ്കര ശക്തമായ പ്രതിരോധം. പിന്നെ നമുക്ക് പറയാൻ എപ്പോഴും ബഹുമാനിക്കേണ്ട അർജന്റീന ഗോളി ഇല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ അടിച്ചു കയറ്റുന്ന പോലെ അവര് ബോൾ അടിച്ചു കയറ്റണം. അവർ നല്ല പ്രതിരോധത്തിലായിരുന്നു ശരിക്കും പറഞ്ഞ അർജന്റീന കൂടി. അത് ബഹുമാനിക്കാൻ പറ്റും. ശ്രീ തങ്കച്ചൻ, ഞാൻ എന്റെ ഒരു പേഴ്സണൽ വിലയിരുത്തലാണ്,
ഇന്നലെ മികച്ച കളിയാണ്, പ്രകടനമാണ് എമിലിയാനോ മാർട്ടിനസ് എന്ന കഴിഞ്ഞ തവണ അവർക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത പെനാൽറ്റി ഷൂട്ടുകൾ നേടിക്കൊടുത്ത മാർട്ടിനസ് നടത്തിയത്. മാർട്ടിനസിൻ്റെ സേവാണ് ഗോളുകൾ പലതും ഒഴിവാക്കിയത്. പക്ഷേ ഈ ഗോളുകളിൽ ഈ 2-3 ബോളുകൾക്കപ്പുറത്തേക്ക് ബാക്കി വന്ന ഈ സ്പെയിൻ്റെ ഷോട്ടുകളൊക്കെ അനായാസമായി തടുക്കാൻ കഴിയുന്ന ഷോട്ടുകളായിരുന്നു. അങ്ങനെ ഒരു അപകടകരമായ ഷോട്ടുകൾ എന്ന് പറഞ്ഞാൽ 2-3 ഷോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേതെല്ലാം നിരന്തരം ഷോട്ടുകൾ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതങ്ങനെ ഒരു ഗോളിക്ക് തടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ആംഗിളിലോ അല്ലെങ്കിൽ ആ വേഗതയിലോ ഒന്നും വന്ന ഷോട്ടുകളായിരുന്നില്ല എന്നതുകൂടിയുണ്ട്. പിന്നെ ആകെ കളി അർജന്റീന മോശമായി നിൽക്കുമ്പോൾ ആകെ ഒരാൾ രക്ഷകനായി നിന്നത് എമിലിയാനോ ആണ്. അതാ പറഞ്ഞു, എബിലിയാനെ പോലൊരു ഗോളി വെച്ചിട്ട് എനിക്ക് തോന്നുന്നെങ്കിൽ ലോകകപ്പിൽ കാണാൻ കഴിയില്ല. കാരണം സ്പെയിന്റെ ഗോളി മോശമാണെന്നില്ല, അതും നല്ലപോലെ വന്നു. പക്ഷെ നമുക്കറിയാമല്ലോ സ്പെയിന്റെ ഗോളിക്ക് എത്ര ഈ ഫയൽ ഒരു ബോളം കണ്ടില്ലേ കയറിയിട്ടുള്ള സ്പെയിന്റെ ഗോൾ പോസ്റ്റില്. അതെ. അപ്പൊ ഇതൊക്കെ നമ്മളിത് കണ്ടോണ്ടിരിക്കണം. അപ്പൊ ഒരു ഗോള വരും. അപ്പം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മത്സരം കട്ടക്കട്ട മത്സരം, കട്ടക്കട്ട. പക്ഷെ എന്തോ അവരുടെ സമയം മോശമായി പോയി. അർജന്റീനക്ക് ഇതുപോലൊരു ഒരു കഷ്ടകാല സമയമായിപ്പോയി ഈ ഫിഫ കപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് ഇന്നലെ കളിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകെ കൂടി നോക്കിയാലൊരു വാസ്തവം എന്ന് തോന്നുന്നു. ശ്രീ നിതീഷാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ നിതീഷ്, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. പറയാനുള്ളത് കാരണമല്ല, നമ്മളിപ്പോ ഞാനൊരു ബ്രസീൽ ഫാൻസാണ്. എന്നാലും നമ്മള് ടീം ഫൈനലൊക്കെ കളിക്കുമ്പോ എന്തെങ്കിലും ഒരു കളി കാണിക്കണ രീതിയിൽ കളിക്കണമായിരുന്നു. പക്ഷെ ഇന്നലെ കണ്ടത് സ്പെയിന്റെ ഒരു ആധിപത്യം പോലത്തെ ഒരു കളിയായിരുന്നു. ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ അർജന്റീനയ്ക്ക് ഒരു ബോൾ തന്നെ തൊടാൻ പറ്റിയിരുന്നില്ല. ഫുള്ള് അവരുടെ കയ്യിലായിരുന്നു കളി. ഞാൻ കളി കണ്ട് അവസാനം വരെ കണ്ടപ്പോ അർജന്റീന എന്തായാലും അവസാനം ഒരു 80 മിനിറ്റിൽ അവർ തിരിച്ചു വരുവാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് കാണാൻ പറ്റിയില്ല. സ്പെയിന്റെ അതിക്രമമാണ് അവിടെ കണ്ടത്. ഫസ്റ്റത്തെ ഗോൾ അടിച്ചു, രണ്ടാമത്തെ ഗോൾ തിരിച്ചടിക്കും അടിച്ചു. അപ്പോഴേക്കും രണ്ടാമത്തെ ഗോൾ വീണ്ടും സ്പെയിൻ അടിച്ചപ്പോ പിന്നെ അത് വാറിലേക്കൊന്നും പോയില്ല. അതങ്ങനെ ഒരു റഫറി നല്ലൊരു റഫറി ആയിരുന്നു ഇന്നലെ അന്ന് അല്ലെ, നല്ലൊരു മികച്ച റഫറി ആയിരുന്നു. അല്ലെങ്കിൽ ഒരു വാറിലേക്ക് പോകാതെ റഫറിയുടെ മിസ്റ്റേക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ദയനെ പിന്നെ മൂന്നാമത്തെ ഒരു ഗോൾ അടിച്ചു, അതൊരു ഓഫ് തന്നെയാണ്. മറ്റേ സ്പെയിന്റെ അതൊരു ഓഫിനാണ്. നമ്മള് എല്ലാം ഇന്നലെ കളിയെല്ലാം കണ്ടു. പിന്നെ ഇവിടെ തർക്കം കാര്യങ്ങളും ഉണ്ടാവില്ല, എല്ലാ ടീം വന്നാലും തർക്കം ഉണ്ടാവുമല്ലോ, അത് സാധാരണ ഒരു ഇതാണ്. പക്ഷെ അത് ഇന്നലെ കളിച്ച് ഭയങ്കര മോശമായി. മെസ്സിനെയും ഒരു കൂട്ട് ശരിക്കും പറഞ്ഞ ഒരു ഇതിലേക്ക് കാണാൻ പറ്റിയില്ല. മെസ്സി പറഞ്ഞ ഒരു മെസ്സിക്ക് ഒരു അവസാനം ആകുമ്പോ ഒരു കോർണർ എടുക്കുമ്പോഴാണ് മെസ്സിനെ കാണുന്നത്. അതുവരെ മെസ്സിക്ക് ഒരു ബോളും കിട്ടണില്ല, ഒന്നും കിട്ടണില്ല. ഫുള്ള് അവരുടെ കയ്യിലായിരുന്നു. സ്പെയിൻ ഇന്നലെ നന്നായി കളിച്ചിട്ടുണ്ട്. മെസ്സിയിലേക്കുള്ള എല്ലാ വഴികളും, ബോളെത്താനുള്ള എല്ലാ വഴികളും പൂർണ്ണമായും അടച്ച് മെസ്സിയെ ഏറെക്കുറെ ഗ്രൗണ്ടിൽ ഒറ്റപ്പെട്ടവനാക്കി തന്നെ നിർത്തി, ഒരു തടവിൽ നിർത്തി തന്നെയാണ് ഇന്നലെ സ്പെയിൻ കളിച്ചത്. അവരുടെ തന്ത്രം അത് കൃത്യമായി വിജയിക്കുകയും ചെയ്തു എന്ന് വേണം പറയാൻ. നമുക്ക് മറ്റ് അലീഷയാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ അലീഷ കളി കണ്ടിട്ട് എന്താണ് ഇന്നലെ സംഭവിച്ചതെന്നാണ് തോന്നുന്നത്? സത്യത്തിൽ പറയുവാണെങ്കിൽ ഞങ്ങൾ എല്ലാരും വിശ്വസിച്ചത് മെസ്സി തന്നെ ജയിക്കുമെന്നായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഗെയിം ലോസ് ആയി. എന്നൊക്കെ പറഞ്ഞാലും the loss was not because of Messi alone. Football is a team game, no? Sometimes tactics don't work, sometimes the other team plays better. Sometimes it's just small margins. No matter the result, Messi is still Messi. One bad night doesn't erase 20 years of greatness. Legends are not defined by one loss. They are defined by how they come back after it. Thank you. ഓക്കെ. എന്തായാലും അലീഷയുടെ പ്രതികരണം കൂടിയാണ്. നമുക്ക് ചില യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി നമുക്ക് വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ഇന്ന് സംസാരിച്ച സമയത്ത് വോയിസ് കൃത്യമായി വ്യക്തമായി കേൾക്കാൻ സാധിച്ചില്ലെന്ന് ആനന്ദ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതോ അംഗമെന്ന് വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടി ചോദിച്ച ചോദ്യം അർജന്റീനയോട് ചോദിക്കാമെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നത് അത് ശരിയാണ്. മമ്മൂട്ടി ചോദിച്ച ഒരു ചോദ്യം അർജന്റീനക്കാരോട് ചോദിക്കാൻ ഇന്നലത്തെ ഫൈനലിലെ കളി കണ്ടു കഴിഞ്ഞാൽ ആരും അത് ചോദിച്ചു പോകും. ഇതുവരെ കളിച്ച കളിയെല്ലാം ഫൈനലായപ്പോൾ അവർ മറന്ന് മറ്റേതോ സംഘം പോലെയാണ് വന്നത്. മോഹൻ പറഞ്ഞത് ശരിയാണ്. മാധ്യമങ്ങൾ അർജന്റീനയെ മാത്രം ഫോക്കസ് ചെയ്തു, മുഴുവൻ കളിയും അവലോകനം കൃത്യമായി ഒരു മാധ്യമങ്ങളും ചെയ്തില്ല എന്നാണ് യാഥാർത്ഥ്യമെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അത് ഒരു പരിധിവരെയൊക്കെ ശരിയാവും. സ്വാഭാവികമായും
ഈ കളി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ കൂടുതൽ കളി വായിക്കുന്നവർ കാണുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത് അർജന്റീനയുടെ, ഫ്രാൻസിൻ്റെ, പോർച്ചുഗലിൻ്റെ ഒക്കെ കളി കാണാനും അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ അറിയാനും ഒക്കെയാണ്. പക്ഷേ എല്ലാം അങ്ങനെയാണെന്ന് കരുതരുത്. ഇപ്പോൾ കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് പോലും കേരളത്തിലെ മഹാഭൂരിപക്ഷം പേരും മുമ്പ് കേട്ടിട്ടേ ഉണ്ടായിരിക്കില്ല. വളരെ ചെറിയൊരു ന്യൂനപക്ഷം ആളുകളായിരിക്കും അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പേര് പോലും കിട്ടുന്നത്. അങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ അങ്ങനെ നമ്മൾ കേൾക്കേണ്ട അല്ലെങ്കിൽ കേട്ട് പരിചയപ്പെടേണ്ട അങ്ങനെ ഒരു പേരൊന്നുമല്ല കേപ്പ് വെർദെ എന്ന് പറയുന്നത്. 5 ലക്ഷം ആളുകൾ മാത്രം താമസിക്കുന്ന ആഫ്രിക്കൻ തീരത്തുള്ള ഒരു ചെറിയ രാജ്യം, ഒരു ദ്വീപ സമൂഹമാണ്. ആ കുഞ്ഞു ദ്വീപ സമൂഹത്തിൽ നിന്ന് ഒരു ടീം വന്ന് ആ ടീം ഇവിടെ ആദ്യം ഈ സ്പെയിനെ, ഇപ്പോൾ കപ്പ് നേടിയ സ്പെയിനെ അവർ സമനിലയിൽ തളച്ചവരാണ് എന്നത് ആലോചിക്കണം. അർജന്റീനയും അവർ ഫൈനലിലെത്തിയ അർജന്റീന, അവർ കപ്പ് നേടിയ ഫൈനൽ കളിച്ച 2 ടീമുകളെയും നേരിട്ട ടീം കൂടിയാണ് കേപ്പ് വെർദെ എന്ന് ആലോചിക്കണം. ഈ 2 ടീമുകളിൽ ഫൈനൽ ജയിച്ചവരോട് സമനിലയിൽ തളയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു. ഫൈനലിൽ പരാജയപ്പെട്ട അർജന്റീനയോട് അവസാന നിമിഷം വരെയും അർജന്റീനയെ വിറപ്പിച്ചാണ് ഒരു തരത്തിലാണ് അർജന്റീന അവസാനം കേപ്പ് വെർദെ കടന്നുകൂടാൻ കഴിഞ്ഞത്. ആ രാജ്യത്തെക്കുറിച്ചൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ, എനിക്ക് തോന്നുന്നു മറ്റു പല രാജ്യത്തെ മാധ്യമങ്ങളെ പോലെയല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ആളുകളുടെ ഒരു താല്പര്യം കൂടിയൊക്കെ ഇടയ്ക്ക് വരും. അല്ലാതെ എല്ലാം കൃത്യമായി എല്ലാം നടക്കുന്ന നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഈ രാജ്യത്തിന് അര പേജ് മറ്റതിന് അര പേജ് അങ്ങനെയല്ല കൊടുക്കുന്നത്. ആളുകളുടെ താല്പര്യം അനുസരിച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. അവിടെ വിമർശനം നമുക്ക് ഒരിക്കലും എല്ലാ കാലത്തും അത്ര വിമർശനങ്ങൾ ഉണ്ടാവും, നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും എന്തായാലും കഴിയില്ല. എന്തായാലും അതിനെ സംബന്ധിച്ച ഇനി അർജന്റീന ആരാധകർക്ക് എന്തായാലും കപ്പ് കിട്ടിയില്ല, ഇനി നല്ല കപ്പയും വാങ്ങി മത്തിയും കൂട്ടി അടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആകെയുള്ള 47 ടീമുകളെ ആരാധകരും സ്പെയിനെ പിന്തുണച്ചു എന്നും ചൂണ്ടിക്കാണിക്കുന്നു. സെബാസ്റ്റ്യൻ പറയുന്നു സ്പെയിൻ ഒന്നും അടിച്ചു, അർജന്റീന ഒന്നും അടിച്ചില്ല, അതാണ് കാരണം, തോൽവിക്ക് കാരണം എന്താണെന്ന ചോദ്യത്തിന് മറുപടിയായിരിക്കും അങ്ങനെ. സ്പെയിൻ മനോഹരമായി കളിച്ചു, തുടക്കം മുതൽ അർഹിക്കുന്ന കിരീടം അവർ നേടിയ അഭിനന്ദനങ്ങളെന്ന് ശിവശങ്കർ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ഈ മുമ്പ് വായിക്കാത്ത ആളുകളുടെ ഇത് നോക്കിയാണ് വായിച്ചത്. എന്തായാലും നമ്മുടെ സമയം കൂടി അവസാനിക്കുകയാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.